ഒക്കെ ഒരു പൂർണ്ണമായ സംഖ്യ. ഇനിയും കുറച്ച് വരാനുണ്ട്. എന്തായാലും നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. വളരെ സന്തോഷം. നമുക്ക് നല്ല ഒരു കുട്ടികളും നല്ല പേരന്റിങ് എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കുക. അവരൊന്ന് കുട്ടികളെ കൂടെ ഇരുത്തിക്കൊണ്ട് തന്നെ നമ്മളുടെയും കൂടെ ഒരു സാന്നിധ്യം ഉണ്ടാവണം. തീർച്ചയായിട്ടും വലിയ സന്തോഷം. എല്ലായിടത്തും സുഖമാണ്. തണുപ്പും മഴയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ അവിടെ? എന്തായാലും പ്രകൃതി ദുരന്തങ്ങളോ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് തന്നെ ഭാഗ്യം. എല്ലാ കുട്ടികളും ഞാൻ സ്കൂളിന്റെ ഗ്രൂപ്പിൽ കാണാറുണ്ട്. ഒരുപാട് സ്കൂളിന്റെ, ഞാനൊരു 1800ഓളം സ്കൂളുകളുടെ ഗ്രൂപ്പുകളിൽ ഞാൻ ഉണ്ടാവും. മിക്കവാറും എല്ലാ സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നിൽക്കുന്ന, അവരെ പോയിട്ടുള്ള എല്ലാ സ്കൂളുകളുമായിട്ടും ബന്ധങ്ങൾ, കണക്ഷൻസ് ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഈ സ്കൂളിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അന്നന്നത്തേക്കുള്ള നമ്മുടെ ഭക്ഷണത്തിനുള്ള എല്ലാ പദാർത്ഥങ്ങളും ഓരോ കുട്ടികളും ചക്കയും മാങ്ങയും ഒക്കെ ആയിട്ട് സ്കൂളിലേക്ക് വരുന്ന ഒരു കാഴ്ച ഇവിടെ കൂട്ടാർ സ്കൂളിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ്. തീർച്ചയായിട്ടും അതിന്റെ എല്ലാ പ്രവർത്തകർക്കും എല്ലാവർക്കും നല്ല അഭിനന്ദനങ്ങൾ. കാരണം വിഷരഹിതമായിട്ടുള്ള അവരവരുടെ വീടുകൾ ഉണ്ടാക്കുന്ന പച്ചക്കറികളും ഇതൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് എല്ലാ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ കാണിക്കുന്ന കുട്ടികളുടെ ഒരു മനസ്സ്, അല്ലെങ്കിൽ അതിനെ അവരെ പ്രാപ്തരാക്കുന്ന മാതാപിതാക്കൾ, ആ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കിയ സ്കൂള് തീർച്ചയായിട്ടും നല്ല അഭിനന്ദനം അറിയിക്കുന്നതാണ്. ചെറിയ പ്രായത്തിലെ ഒരു ഷെയറിങ്ങും ഒപ്പം എല്ലാ, കാരണം ഒരു കൃഷിക്കാരൻ എന്നൊരു ജീവി യഥാർത്ഥത്തിൽ ഈ ലോകത്തിലില്ല. എല്ലാവർക്കും വേണ്ട ഭക്ഷണങ്ങൾ എല്ലാ ജീവജാലങ്ങളും നോക്കും അവരവരാണ് കണ്ടെത്തുന്നത്. നമ്മൾ മാത്രമാണ് കുറച്ചുപേര് കർഷകര്, കുറച്ചുപേര് ഇന്നെ ചെയ്യുന്നു. കർഷകർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആക്ച്വലി ഇല്ല. എല്ലാവരും അവരവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, അവരുടെയും നമ്മൾ പങ്കുവയ്ക്കുന്നു. അങ്ങനെ ഒരു പണ്ടങ്ങനെയാണല്ലോ, ബാർട്ടർ സമ്പ്രദായത്തിലാണല്ലോ നമ്മളുടെ പ്രവർത്തനങ്ങൾ കടന്നുപോകുന്നത്. പച്ചക്കറി കടകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻപുറത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ പങ്കുവയ്ക്കുന്ന രീതികളായിരുന്നു. എന്തായാലും നന്മയുടെ, അല്ലാണ്ട് ഈ കൃഷിക്കാരെന്നൊരു കാറ്റഗറിയിലേക്ക് വരുമ്പോഴാണ് അവരൊരു ബിസിനസ്സുകാരുമായിട്ട് മാറുന്നത്. അപ്പോഴാണ് കൃഷിയിടങ്ങളിലൊക്കെ കീടനാശിനിയൊക്കെ അടിച്ച് നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു പ്രവർത്തനത്തിന് വലിയൊരു സല്യൂട്ട്. സന്തോഷം. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ മാതാപിതാക്കളും നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്ന തീർച്ചയായിട്ടും അവർക്ക് നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ഉയർച്ച, ഒരു നല്ല ഭാവി ഉണ്ടാവാൻ. പക്ഷെ നല്ല ഭാവി ഉണ്ടാകുന്നതോടൊപ്പം തന്നെ കുട്ടികളില് വലിയൊരു നേട്ടവും എല്ലാ തരത്തിലും ഉണ്ടാവേണ്ടതുണ്ട്. പുസ്തകം പഠനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രീതികളൊക്കെ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. നമുക്കറിയാം, ഇന്നിപ്പോ +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് ഡിഗ്രി തലത്തിലേക്ക് കുട്ടികൾ പോകുമ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ രീതി പൂർണ്ണമായിട്ടും മാറ്റങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഡിഗ്രി 3 വർഷമാണെങ്കിൽ ഇപ്പൊ അത് 4 വർഷമായി. അത് ഇന്റഗ്രേറ്റഡ് ആയിട്ട് മാറാൻ നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ തയ്യാറുള്ളവർക്ക് 4.5 വർഷം കൊണ്ട് PhD വരെ, റിസർച്ച് വരെ ചെയ്തിറങ്ങാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വലിയൊരു നല്ല സംവിധാനത്തിന്റെ തുടക്കമാണ്. വെറുതെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കാണാപ്പാഠം പഠിച്ചു വെക്കുന്നതല്ല വിദ്യാഭ്യാസം എന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള ജീവിത നൈപുണികൾ അവർക്ക് ഒരു പഠനത്തോടൊപ്പം തന്നെ ജോലി കൂടി ചെയ്യാനുള്ള വഴി കൂടെ തുറന്നു കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പോ അവരുടെ ഇഷ്ടമുള്ള മേഖലകളിലേക്ക് അവർക്ക് തിരികെ, ഒരു മേഖലയും മോശമല്ല എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനത്തിലാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പോൾ ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമാക്കി തീരാനായിട്ടൊക്കെ നമുക്കും കൂടെ സാധിക്കട്ടെ. നമ്മുടെ മക്കളൊക്കെ പഠിച്ച് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം നമ്മുടെ കൊച്ചുമക്കൾ പഠിച്ചു വലുതാവുമ്പോൾ നല്ല വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് അവരുടെ ഹൃദയത്തിൽ നമുക്കൊരു വിദ്യാലയം പണിയാൻ സാധിക്കണം. നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിൽ ഒരു വിദ്യാലയം പണിയാൻ സാധിക്കണം. ആ വിദ്യാലയം പണിയുമ്പോൾ ആ വിദ്യാലയത്തിന് തീർച്ചയായിട്ടും ഒരു HM ഉണ്ടാവും, അല്ലെ? സ്കൂളിലെ പ്രധാന അധ്യാപകൻ എന്ന് പറയുന്നത് ഉണ്ടാവും. അപ്പൊ ഹൃദയത്തിലെ വിദ്യാലയത്തിലും ഒരു പ്രധാന അധ്യാപകൻ ഉണ്ടാവണം. ആരായിരിക്കണം നമ്മുടെ മക്കളുടെ ഹൃദയത്തിലെ ഒരു വിദ്യാലയം പണിതാൽ അതിൽ പ്രധാന അധ്യാപകൻ ആരായിരിക്കണം എന്നറിയോ? അവരുടെ മനസ്സാക്ഷി ആയിരിക്കണം. അപ്പൊ നമ്മൾ മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, മനസ്സാക്ഷിക്ക് നിരക്കാത്തതായിട്ട് ഒരു കാര്യം ചെയ്യരുത്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അവർക്ക് അതിന്റെ മുമ്പിൽ ഒരു ഉത്തരം പറയേണ്ടി വരും. ഒരിക്കൽ ഒരു ഗുരു ശിഷ്യന്മാർ പറഞ്ഞു, ആപ്പിൾ എല്ലാവർക്കും കൊടുത്തിട്ട് പറഞ്ഞു, ആരും കാണാതെ
ഇത് എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കാൻ പറഞ്ഞു. എല്ലാവരും പൊന്തക്കാട്ടിലും മരത്തിന്റെ മറയിലൊക്കെ മറഞ്ഞിരുന്ന ആപ്പിൾ തിന്നിട്ട് വന്നപ്പോൾ ഒരു കുട്ടി മാത്രം വന്നിട്ട് പറഞ്ഞു, ആരും കാണാതെ എനിക്ക് ഒരിക്കലും ഇത് കഴിക്കാനാവില്ല, ഞാനിത് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്റെ മനസ്സാക്ഷി അത് കാണുന്നുണ്ട്. അപ്പൊ ആരും കാണാതെ ഒരിക്കലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് മനസ്സാക്ഷി എന്ന് പറയുന്നതായിരിക്കണം മക്കളുടെ മനസ്സിലെ ഒരു പ്രധാന അധ്യാപകൻ എന്ന് പറയുന്നത്. മനസ്സാക്ഷിക്ക് നിരക്കാത്തതായിട്ട് ഒരിക്കലും ഒരു കാര്യവും ചെയ്യരുതെന്ന് മക്കളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. മനസ്സാക്ഷിക്ക് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പിന്നീട് ഇപ്പൊ നമുക്ക് ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും, ഇപ്പൊ നമുക്ക് സുഖം കിട്ടാം, പക്ഷെ അത് പിന്നീട് അസ്വസ്ഥതയാവും. ഒരിക്കലൊരു ആള് ആലുവയിലുള്ള ഒരാളെയാണ് പരിചയപ്പെട്ടു. അദ്ദേഹത്തിനെ കുറെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ലോട്ടറി വിൽക്കുന്ന ജോലിയാണുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് ഭാര്യയും മക്കളും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് സ്ഥിരമായിട്ട് ലോട്ടറി വാങ്ങാൻ ഒരാൾ വരുമായിരുന്നു. അപ്പൊ അദ്ദേഹം ലോട്ടറി വാങ്ങിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, 5 ടിക്കറ്റ് ഉണ്ട്, 250 രൂപയാണ് ഇതിന് തരേണ്ടത് 50 രൂപ പ്രകാരം, പക്ഷെ 250 രൂപ കയ്യിലില്ല, ഈ ടിക്കറ്റ് ഒന്ന് മാറ്റി വെച്ചേക്കും, ഞാൻ നാളെ വന്ന് ഇതെടുത്തോളാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നാളെ തന്നെ വരണം കേട്ടോ, രാവിലെ വന്നില്ലെങ്കിൽ ഞാനിത് ആർക്കെങ്കിലും കൊടുക്കും. അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. പക്ഷെ സമയം കഴിഞ്ഞിട്ടും അദ്ദേഹം എത്തിയില്ല. വൈകിട്ടായി ടിക്കറ്റ് നറുക്കിട്ട് സമ്മാനം നോക്കുമ്പോൾ അതിൽ മാറ്റിവെച്ച ടിക്കറ്റിന് ഒരു ടിക്കറ്റിന് 5 കോടി രൂപ സമ്മാനം കിട്ടി. അല്ലെ, നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക, കടബാധ്യതയും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ള ആള് ഇപ്പം അയാൾ വന്നിട്ട് പൈസ തന്നിട്ടില്ല, സമയം കഴിഞ്ഞിട്ടുണ്ട്, ഈ ടിക്കറ്റ് നമുക്ക് തന്നെ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ പറയാണ്, ഇത് നമ്മളല്ല എടുക്കേണ്ടത്, അദ്ദേഹത്തിനുള്ളതാണ്, ഇത് അദ്ദേഹത്തിന് അങ്ങനെ കൊടുക്കണം. അങ്ങനെ അദ്ദേഹത്തിന് ടിക്കറ്റ് കൊണ്ടു കൊടുത്തു. അങ്ങനെ അവര് തിരിച്ചു വന്ന് രാത്രി കിടക്കുന്ന സമയത്ത് അവര് സംസാരിക്കുകയാണ്, ഇന്ന് രാത്രി ഈ കഞ്ഞിയും ചമ്മന്തിയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ഇത്രയും സന്തോഷത്തോടെ കഴിക്കുന്നത് ആ ടിക്കറ്റ് അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചുകൊണ്ടാണ്. അത് മടക്കി അങ്ങനെ തലയുടെ അടിയിൽ വെച്ച് കിടന്നിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അപ്പോ അത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സാക്ഷിക്ക് അതൊരു വലിയ സന്തോഷം, മനസ്സാക്ഷി മുമ്പിൽ നമുക്കൊരു നല്ല ഉത്തരം പറയാൻ സാധിച്ചു. അന്നേരം പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ വി-ഗാർഡ് കമ്പനിയുടെ ഉടമസ്ഥനുണ്ട് കൊച്ചൗസി ചിറ്റിലപ്പള്ളി, അദ്ദേഹം നേരിട്ട് കാണാൻ വന്നിട്ട് പറയാണ്, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടോ, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു, നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കാണാൻ സാധിച്ചത് തന്നെ. അങ്ങനെ അദ്ദേഹം കുറെ സമ്മാനങ്ങളെ കൊടുത്തിട്ടാണ് പോയത്. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ഡൽഹിയിൽ നിന്നാണ് വിളിച്ചത്. അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഓഫീസിൽ നിന്നാണ് വിളിച്ചത്. അദ്ദേഹം വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ കൂടെ ഇരുന്ന് രാഷ്ട്രപതിക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, നിങ്ങളുടെ പ്രവൃത്തി കണ്ടപ്പോൾ രാഷ്ട്രപതിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെയാണ് അവരെ ഡൽഹിയിൽ പോയിട്ട് രാഷ്ട്രപതിയായപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് മടങ്ങി വന്നത്. ഇദ്ദേഹം ഈ ഒരു കഥ പറയുന്ന സമയത്ത് എനിക്ക് പോലും തോന്നി, നമുക്ക് പോലും ചിലപ്പോൾ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഏത് കാര്യവും നമ്മൾ മനസ്സാക്ഷിയുടെ മുമ്പിൽ, കാരണം എന്നാണെങ്കിലും നമുക്ക് അതിന്റെ മുമ്പിൽ ഒരു ഉത്തരം പറയേണ്ടി വരും. ഇന്നത്തെ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ, തിരുവല്ല മാന്നാറിനടുത്ത് ഒരു കൊലപാതകം നടന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്, 15 വർഷങ്ങൾ കഴിഞ്ഞു കൊലപാതകം നടന്നിട്ട്. അന്ന് കൊലപാതകത്തിൽ പങ്കാളികളായിട്ടും അതിനെ സഹായിച്ചവരുമായിട്ടൊക്കെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഉള്ളിലൊക്കെ എവിടെയൊക്കെ ഇരുന്നൊരു കുത്തലുണ്ടായി. ഒരു പെൺകുട്ടിയാണ് കൊന്നത്, ഒരാളുടെ ഭാര്യയാണ്. അപ്പോ അന്നത്തെ ഒരു ആവേശത്തിന്, അന്നത്തെ ഒരു കാര്യങ്ങൾക്ക് ഒക്കെ കൂട്ടുനിന്നു. പക്ഷെ പിന്നീട് അവർക്ക് കിടന്ന് ഉറക്കം വരുന്നില്ല. അങ്ങനെ അതിൽ ഒരാളുടെ ഭാര്യയോട് ഇല്ലത് പറഞ്ഞു, എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അത് വല്ലാത്ത അസ്വസ്ഥകൾ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്ന്. അങ്ങനെ അവസാനം അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് താങ്ങാനാവുന്നില്ല, ജയിലിൽ പോയാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് ഭാര്യയോട് ഇത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വസ്ഥമായി. കാരണം മനസാക്ഷിയുടെ ഒരു വിങ്ങൽ അങ്ങനെയാണ്. അപ്പൊ ഭാര്യ അത് പോലീസിൽ അറിയിച്ചു, അങ്ങനെ കേസായി, പ്രശ്നം. ഇന്നിപ്പോ നമ്മൾ എല്ലാവരും ടിവിയിലും പത്രത്തിലും കണ്ടതാണ്. അപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് തോന്നും നമ്മൾ ഓക്കെ ആണെന്നൊക്കെ തോന്നാം. പക്ഷെ മനസ്സാക്ഷിയുടെ മുമ്പിൽ നമുക്കതൊരു കൃത്യമായൊരു സംഗതി അല്ല എന്നുണ്ടെങ്കിൽ, മറച്ചു വെക്കപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും മക്കളെ അത് നമുക്ക് എന്നും അസ്വസ്ഥ. അങ്ങനെയുള്ള ഒരു നേട്ടം നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിജയം നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അവിടെ തീർച്ചയായിട്ടും മനസ്സാക്ഷിയുടെ മുമ്പിൽ, ഇപ്പൊ നമ്മൾ ഫോണൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നല്ലേ, അച്ഛനും അമ്മയൊക്കെ അറിയാതെ ഫോണൊക്കെ നമ്മൾ വേണമെങ്കിൽ ഒന്ന് മിനിമൈസ് ചെയ്ത് ഗെയിമൊക്കെ കളിച്ചിട്ട് മാറ്റി വെക്കാം. അപ്പൊ തൽക്കാലം നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അച്ഛന്റെ അമ്മയും അറിയാത്ത ചില കള്ളത്തരങ്ങളൊക്കെ ഫോണിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറ്റുക, ഇപ്പൊ നമുക്ക് സന്തോഷമായിരിക്കാം, പക്ഷെ നമ്മുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ നമുക്കതൊരു ചോദിച്ചു. സത്യത്തിൽ നമ്മൾ നമ്മുടെ വ്യക്തിത്വം അവിടെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കള്ളത്തരങ്ങൾ പറയുമ്പോൾ, കള്ളത്തരങ്ങൾ പറയുമ്പോൾ ആ സമയത്ത് ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം, പക്ഷെ പിന്നീട് നമ്മൾ അസ്വസ്ഥരാക്കും. അല്ലെ, ഇപ്പൊ സത്യമാണ് പറയുന്നെങ്കിൽ ചിലപ്പോൾ അച്ഛൻ്റെ നിന്ന് 2 എണ്ണം കിട്ടാം, അല്ല അമ്മ ഒരു പിച്ച് തന്നേക്കാം, അത് ആ സമയം കൊണ്ട് അവസാനിച്ചു. പക്ഷെ അത് പിന്നീട്
നമുക്ക് എപ്പോഴും സന്തോഷിക്കും. ഞാൻ സത്യസന്ധമായിട്ടല്ല പെരുമാറിയത്, സത്യമല്ല ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നൊരു തലം വരും. അതുകൊണ്ടാണ് മനസാക്ഷി എന്ന് പറയുന്ന എപ്പോഴും നമ്മുടെ മക്കളുടെ മനസ്സിൽ ഒരു വിദ്യാലയത്തിലെ ഒരു പ്രിൻസിപ്പിൾ ആക്കി വെക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. അങ്ങനെ ഒരു വിദ്യാലയം നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിൽ നമുക്ക് പണിയണം. അപ്പൊ മനസാക്ഷി പ്രിൻസിപ്പിൾ ആണെങ്കിൽ അവിടെ 3 അധ്യാപകരുണ്ടാവും. ആരൊക്കെയാണ് നമ്മുടെ മക്കളുടെ മനസ്സിൽ അധ്യാപകർ എന്ന് പറയുന്നത്? ഒന്നാമത്തെ അധ്യാപകൻ എന്ന് പറഞ്ഞ ധാർമ്മികതയാണ്. ധാർമ്മികത, ധർമ്മത്തിലൂന്നി മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. ധർമ്മത്തെ ആര് സംരക്ഷിക്കുന്നോ അവരെ ധർമ്മം സംരക്ഷിക്കും. ധർമ്മത്തെ ആരാണോ സംരക്ഷിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ ധർമ്മത്തിൽ നിന്ന് പ്രവർത്തിക്കാതിരിക്കുന്നത്, അവർക്ക് ഒരിക്കലും ധർമ്മത്തെക്കുറിച്ച് ചോദിക്കാനും അവകാശപ്പെടാനുമുള്ള ഒരു അവകാശം ഉണ്ടാവില്ല. അതാണ് ധർമ്മം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒന്നാണ്. ഏത് കാര്യത്തിലും ഒരു ധാർമ്മികത ഉണ്ടാവണം. താൽക്കാലികമായ ഒരു രക്ഷയ്ക്ക് വേണ്ടി ഒരിക്കലും മറ്റൊരാളെ പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ഒന്നും ചെയ്യരുത്. താൽക്കാലികമായിട്ട് നമുക്ക് നഷ്ടമായിരിക്കാം, പക്ഷെ ധർമ്മത്തിന്റെ മുമ്പിൽ നമ്മൾ എപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, ആ ധർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ ആ ധർമ്മം തന്നെ നമ്മളെ രക്ഷപ്പെടുത്തും എന്ന് പറയുക. അപ്പൊ ധർമ്മത്തെ സംരക്ഷിക്കുന്നവരെ ആണ് ധർമ്മം സംരക്ഷിക്കുന്നത്. പാണ്ഡവ കൗരവ യുദ്ധത്തില് തേർത്തട്ടില് നിന്ന് രഥത്തിന്റെ വീല് ചക്രം മണ്ണിൽ പൂണ്ടുപോയപ്പോൾ കർണൻ അത് ചാടി ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്, ആയുധം താഴെ വെച്ചിട്ട്. അപ്പൊ അത് കണ്ട കൃഷ്ണൻ പറയുന്നു ആ സമയത്ത് അർജുനോട്, അർജുന ഇതാണ് കറക്റ്റ് സമയം, നീ കർണന്റെ ശിരസ് കൊയ്യൂ. അപ്പൊ കർണൻ ചോദിക്കുന്നു, ഇതാണോ ധർമ്മയുദ്ധം? മഹാഭാരത യുദ്ധം എന്ന് പറഞ്ഞ ധർമ്മയുദ്ധമല്ലേ? ആരംഭിക്കുന്ന തന്നെ ധർമ്മത്തെ കുറിച്ച് പറഞ്ഞിട്ടല്ലേ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമക പാണ്ഡവ സൈവ കിമകുർവത സഞ്ജയ. അപ്പൊ ധർമ്മക്ഷേത്രമാവുന്ന കുരുക്ഷേത്രത്തിൽ എന്ത് നടന്നു എന്നാണ് ചോദിക്കുന്നത് ധൃതരാഷ്ട്ര സഞ്ജയനോട്. അങ്ങനെയാണ് യുദ്ധം ആരംഭിക്കുന്നത് തന്നെ. അപ്പോ അങ്ങനെയുള്ള ധർമ്മത്തിൽ കൃഷ്ണ, ഒരു ആയുധമില്ലാതെ നിൽക്കുന്ന ഒരാളെ കൊല്ലാൻ പറ്റുമോ? ധാർമ്മികതയാണോ? നിന്റെ ധാർമ്മികത എവിടെ പോയി എന്നൊക്കെ കൃഷ്ണനോട് ചോദിക്കുമ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നു കർണനോട്, നിന്റെ ധർമ്മം ബോധത്തെക്കുറിച്ച് പറയാൻ നിനക്ക് എവിടെയാണ് അവകാശം? അല്ലെ? പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടത്തിയപ്പോൾ നീ ഉണ്ടായിരുന്നല്ലോ ആ സദസ്സിൽ, നിനക്ക് പറയായിരുന്നല്ലോ ഒരു പെൺകുട്ടിയാണ്, ഒരു സ്ത്രീ, അവളെ അപമാനിക്കരുതെന്ന് പറയാമായിരുന്നല്ലോ. അപ്പൊ നിന്റെ ധർമ്മബോധം ഞാൻ കണ്ടില്ലല്ലോ കർണ. അരക്കില്ലത്തിലിട്ട് 5 പേരെ ചുട്ടുകരിച്ചു കൊന്നപ്പോൾ, അമ്മയും 5 മക്കളെയും കൊന്നു കളഞ്ഞപ്പോൾ നിന്റെ ധാർമ്മിക ബോധം ഞാൻ കണ്ടില്ലോ. അങ്ങനെ ധർമ്മത്തെക്കുറിച്ച് ഒന്നും പറയാതിരുന്ന് ഇപ്പൊ നീ എന്തിനാ ധർമ്മത്തെക്കുറിച്ച് പറയുന്നത്? നിനക്ക് അതിനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞ് കർണന്റെ ശിരസ് കൊയ്ത് കളയുന്നു. അപ്പോൾ ധർമ്മത്തെ സംരക്ഷിക്കുന്നവർക്ക്, അതുകൊണ്ടാണ് ധാർമ്മികത എന്ന് പറയുന്നത് എവിടെയും നമ്മളൊക്കെ പലപ്പോഴും മക്കളെ പറഞ്ഞു കൊടുക്കും, മക്കളെ നമ്മളൊന്നും നന്നായിട്ട് എന്താ കാര്യം, നാട് മൊത്തം മോശമാണെന്ന് പറയും. നാടൊന്നും മോശമായിട്ടില്ല, നമ്മുടെ ചിന്താരീതികളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കുട്ടികളുടെ മനസ്സിലേക്ക് ധാർമ്മികത ഒരു അധ്യാപകനായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കണം. എന്ത് നേട്ടങ്ങളും, നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഒരാളെ കൊല്ലുമ്പോൾ കിട്ടുന്നതല്ല, ഒരാളെ തോൽപ്പിക്കുമ്പോൾ കിട്ടുന്നതല്ല, ഒരാളെ ഇല്ലാതാക്കുമ്പോൾ കിട്ടുന്നതല്ല മക്കളെ. അവനവന്റെ പരിമിതികളെ മറികടക്കാൻ സാധിക്കുക എന്ന് നമ്മൾ പറയും. നമ്മുടെ പരിമിതികളെ നമുക്ക് മറികടക്കാൻ സാധിക്കണം. എന്താണ് നമ്മുടെ പ്രശ്നം? സ്റ്റേജിൽ കയറുന്ന സംസാരിക്കാൻ എനിക്ക് പേടിയാണ്, പാട്ട് പാടാൻ പേടിയാണ്. അതിനെ നമ്മൾ മറികടക്കൂ. അതാണ് തീർച്ചയായിട്ടും നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറൊരാളെ ഇല്ലാണ്ടാക്കിയിട്ട് വേറൊരാളെ തൊഴിച്ചു മാറ്റിയിട്ടാണോ നമ്മുടെ വിജയം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഒരാളെ പരീക്ഷയ്ക്ക് തോൽപ്പിക്കുന്നതാണോ നമ്മുടെ വിജയം എന്ന് പറയുന്നത്? അവരെക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കുന്നതാണോ വിജയം? അല്ല, നമ്മുടെ പരിമിതികളെ നമുക്ക് മറികടക്കാൻ സാധിക്കും. നിങ്ങൾ കഴിഞ്ഞ ഒളിമ്പിക്സ് മത്സരം കണ്ടിട്ടുണ്ടാവും. 5000 മീറ്റർ ഓട്ട മത്സരത്തിൽ 1ാം സ്ഥാനം ഓടിയെത്തിയത് കെനിയ എന്ന രാജ്യത്തിന്റെ ഓട്ടക്കാരനാണ്. അവൻ ഓടിയെത്തി വിജയിച്ചു എന്ന് കരുതിയിട്ട് അവൻ ഫിനിഷിംഗ് ബോർഡിൽ നിന്ന് ഇങ്ങനെ ചുറ്റിത്തിരിയുമ്പോൾ പുറകെ ഓടി വരുന്ന സൗദി അറേബ്യക്കാരൻ കാണുന്നു കെനിയക്കാരൻ വിജയിച്ചിട്ടില്ല, ഫിനിഷിംഗ് പോയിന്റ് കടന്നിട്ടില്ല. അപ്പോ സൗദി അറേബ്യക്കാരൻ ഉറച്ചൊക്കെ വിളിച്ചു പറയുന്നു, ഹേ കെനിയക്കാരൻ നീ ഓടറാന്ന്. പക്ഷെ ഭാഷ മനസ്സിലാവാതെ കെനിയക്കാരൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് സൗദി അറേബ്യക്കാരൻ വീണ്ടും പറയുന്നു, പക്ഷെ അവൻ ഓടുന്നില്ല. അപ്പൊ സൗദി അറേബ്യക്കാരൻ ഓടി വന്നിട്ട് കെനിയക്കാരനെ പിടിച്ചിട്ട് തള്ളു കൊടുത്തു. അവൻ ഫിനിഷിംഗ് പോയിന്റ് അപ്പുറത്തേക്ക് മറിഞ്ഞു വീണു. അപ്പൊ സൗദി അറേബ്യയുടെ കോച്ച് വന്ന് ചോദിച്ചു, നീ മണ്ടത്തരല്ലേ കാണിച്ചത്? നിനക്ക് കിട്ടിയ ഒരവസരം വിനിയോഗിച്ചുകൂടായിരുന്നോ? തീർച്ചയായിട്ടും നിനക്ക് അവരെ നിനക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. അവനേക്കാൾ ഓടിക്കേറാമായിരുന്നു. നിനക്ക് സ്വർണ്ണ മെഡൽ കിട്ടും, കോടിക്കണക്കിന് ഡോളർ സമ്മാനം, രാജ്യത്തിന്റെ ആദരവ്, രാജ്യം നിന്നെ 2 നീട്ടി സ്വീകരിക്കും. ഇതൊക്കെ പറഞ്ഞപ്പോൾ സൗദി അറേബ്യക്കാരൻ പറയാണ്, രാജ്യം സ്വീകരിക്കും, എല്ലാവരും എന്നെ ബഹുമാനിക്കും, സ്ഥാനമാനങ്ങൾ കിട്ടും, കോടിക്കണക്കിന് ഡോളർ പണം കിട്ടും. പക്ഷെ ഇതൊക്കെയാണെങ്കിലും എൻ്റെ ഉമ്മ എന്നെ വീട്ടിൽ കയറ്റില്ല. കാരണം എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരാളുടെ
കൺഫ്യൂഷൻ അല്ല നീ വിജയിക്കേണ്ടത്, നിന്റെ പരിമിതികളെ നീ മറികടക്കുന്നതാണ് യഥാർത്ഥ വിജയം എന്ന് എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് ആ സമ്മാനം വേണ്ട, അടുത്ത വർഷം ഞാൻ വരും, ഇതിനേക്കാൾ മികച്ച നിലവാരം പുലർത്തി ഞാൻ മത്സരത്തിൽ വിജയിച്ച് കാണിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ആ സൗദി അറേബ്യക്കാരൻ പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു ധാർമ്മികത മക്കളുടെ മനസ്സിൽ നമുക്ക് എപ്പോഴും ഒരു അധ്യാപകനായിട്ട് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കണം. അപ്പൊ ധാർമ്മികതയാണ് അടുത്ത അധ്യാപകൻ. രണ്ടാമത്തെ അധ്യാപകൻ എന്ന് പറയുന്നത് മാനുഷികതയാണ്. മാനുഷിക മൂല്യങ്ങൾ മക്കളുടെ മനസ്സിലുണ്ടാവണം. ഒരാളെ ബുദ്ധിമുട്ടിക്കാതെ, വിഷമിപ്പിക്കാതെ, വേദനിപ്പിക്കാതെ മറ്റൊരാളുടെ വേദനകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മക്കളെ, നമ്മൾ 5 പേര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, കൂട്ടുകൂടി സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ 6ാമതൊരു കുട്ടി മാറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾ അവരുടെ പാത്രത്തിലേക്ക് നോക്കണം. പാത്രത്തിൽ എന്താ കാണുന്നത്? പാത്രത്തിനകത്ത് മീൻ പൊരിച്ചതും മുട്ട പൊരിച്ചതും ഒക്കെ എല്ലായിട്ട് വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ട്. അത് കണ്ട് അവൻ മാറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ കണ്ടാൽ പിന്നെ നിങ്ങൾ ആ പാത്രത്തിലേക്ക് നോക്കരുത്, അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ. എന്നാൽ മാറിയിരുന്ന് ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ പാത്രത്തിൽ നോക്കുമ്പോൾ ആ പാത്രത്തിൽ ചോറും മുളകിടിച്ചതും മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ നിങ്ങളുടെ പാത്രത്തിലെ മീൻ പൊരിച്ചതോ മുട്ട പൊരിച്ചതോ ഒക്കെ എടുത്ത് അവന്റെ പാത്രത്തിൽ കൂടെ വെച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ കലാലയത്തിലെ സൗഹൃദം എന്ന് പറയുന്നത്. ഇതൊരു വലിയ നന്മയാണ്. കാരണം ഒരു കുട്ടികൾക്ക് ജീവിതത്തിൽ എവിടെ വെച്ചാണോ തീരുമാനം എടുക്കേണ്ടി വരുന്നത്, ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണോ തീരുമാനം എടുക്കേണ്ടി വരുന്നത്, ആ തീരുമാനം എടുക്കാനുള്ള പ്രാപ്തി കുട്ടികൾക്കുണ്ടാവുന്നത് ഇങ്ങനെ ഒരു വിദ്യാലയം കുട്ടികളുടെ ഹൃദയത്തിൽ പണിയുമ്പോഴാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആർക്കും ആരെയും സ്നേഹമില്ലാത്ത, വിശ്വാസമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പെട്ടുകിടക്കുന്ന സമയത്താണ് ഇത്തരം ഒരു നല്ല ധാർമ്മിക മൂല്യം, മാനുഷിക മൂല്യം മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പങ്കുവെച്ചു കൊടുക്കാൻ സാധിക്കുന്നത്. ഞാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു മാനുഷിക മൂല്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചൊരു ചോദ്യമാണ്. നമ്മുടെ മക്കൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? ഞാൻ ഇന്നൊരു സ്കൂളിൽ പോയിരുന്നു, ഫോർട്ട് കൊച്ചിയിലെ ഒരു സ്കൂളിലും ഇതേപോലെ രാവിലെ പേരൻസ് മീറ്റിംഗ് ആയിരുന്നു. ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പല ഉത്തരങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മതി, ഒരു ഉമ്മ വെച്ചാൽ മതി, അല്ലെങ്കിൽ ചില നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ കുറെ ഉത്തരങ്ങൾ മാതാപിതാക്കൾ പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുന്നു, ഏകദേശം 18 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നു. ഒരു 10,000-ഓളം ക്ലാസ്സുകളെങ്കിലും ഞാൻ ഇതുപോലെ ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടൊക്കെ എടുത്തിട്ടുണ്ടാവും. ലക്ഷക്കണക്കിന് പേരൻസിനെ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, നമ്മുടെ മക്കൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല മനോഹരമായ സമ്മാനം നിങ്ങൾ വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ നൽകാൻ സാധിക്കും കേട്ടോ. സമ്മാനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛനും അമ്മയും സ്നേഹത്തോടെ വീട്ടിൽ പെരുമാറുന്നത് മക്കൾ കണ്ടാൽ മാത്രം മതി. അച്ഛനും അമ്മയും സ്നേഹത്തോടെ വീട്ടിൽ പെരുമാറുന്നത് മക്കൾ കാണാനുള്ള ഇടയാകുക എന്നുള്ളത് മാത്രമാണ് മക്കൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നൽകാവുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം. കാരണം കുട്ടികളുടെ മനസ്സിൽ നിന്ന് ഈ മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഞാനൊരു സ്കൂളിൽ ചെല്ലുമ്പോൾ +2 പഠിക്കുന്ന 11 കുട്ടികൾ +1 പഠിക്കുന്ന ഒരു കുട്ടിയെ റോഡിലിട്ട് ഇടിക്കുന്നു. അപ്പൊ ഒരുത്തൻ വിളിച്ചു പറയുന്നു അവനെ കൊല്ലടാണ്. അപ്പൊ ഒരു കരിങ്കല്ല് കൊണ്ടുവന്നവൻ മറ്റവന്റെ തലക്കിടിച്ച് കൊന്നിട്ട് ഓടെ ചവിട്ടി താഴ്ത്തി. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ ഇടി വെച്ചിട്ടുണ്ട്. ടീച്ചർ ആരുടെന്ന് ചോദിച്ചാൽ പേടിച്ച് മാറി നിൽക്കും, തിരിച്ചു വരും, സോറി പറയും. പരസ്പരം സൗഹൃദങ്ങൾ പങ്കിട്ട് തോളത്ത് കൈയിട്ട് പോകുന്ന ബാല്യ കൗമാര യൗവനമൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ വളർന്നു വരാൻ ഇടിവെക്കുന്ന ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടാ. ആർക്കും ആരുടെ വേദനകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ സ്നേഹം, ദയ, കാരുണ്യം, വാത്സല്യം പോലുള്ള വികാരം ഉണ്ടാവുന്നു. നമ്മുടെയൊക്കെ കയ്യിൽ ഇപ്പൊ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, ഈ ഇന്റർനെറ്റും ഒക്കെ ആവശ്യമുണ്ട്, യൂട്യൂബും ഒക്കെ ഉണ്ടല്ലോ. എടുത്തൊന്ന് സെർച്ച് ചെയ്ത് ഒരു ലയൺ ഫാമിലി, സിംഹത്തിന്റെ കുടുംബം. സിംഹത്തിന്റെ കുടുംബത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്ന അച്ഛൻ സിംഹം, അമ്മ സിംഹം, മക്കളെയും കാണാൻ പറ്റും. അച്ഛൻ സിംഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമുക്കറിയാം. നമ്മൾ നോക്കുമ്പോൾ എന്താ കാണാം? അച്ഛൻ സിംഹം എന്താ ചെയ്യുക? 2 അടിച്ചിട്ട് വടക്കോട്ട് നോക്കിയിരിക്കുന്നു. അമ്മ സിംഹം പിണങ്ങി തെക്കോട്ട് നോക്കിയിരിക്കുന്നു. മക്കൾ മേളിലേക്ക് നോക്കിയിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അച്ഛനും അമ്മയും സ്നേഹത്തോടെ പരസ്പരം ഇരുന്ന് സംസാരിച്ചുകൊണ്ട് നക്കി തുടയ്ക്കുമ്പോൾ മക്കൾ മേത്തോടെ കയറി കളിക്കുന്ന രംഗമാണോ ഒരു സിംഹത്തിന്റെ വീട്ടിൽ നമ്മൾ കാണുക എന്ന് നിങ്ങൾ വെറുതെ ചിന്തിച്ചാൽ മതി. അപ്പോ നമ്മുടെ വീട്ടിൽ ഏതായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് മക്കൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല മനോഹരമായ സമ്മാനം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, മാതാപിതാക്കൾ സ്നേഹത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാണുക. കാരണം ഇത്തരം വികാരങ്ങൾ മക്കളുടെ മനസ്സിലുണ്ടാവണം. ഒരു കരുണ, ഒരു ആർദ്രതയൊക്കെ ഉണ്ടാവണ്ടേ, അവരുടെ മനസ്സിന് ഫീൽ ഉണ്ടാവണം. അതായത് മറ്റൊരാളുടെ വിഷമങ്ങളെ സ്വന്തം വിഷമങ്ങളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്താണ് മാനുഷിക മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അവിടെയാണ്
ഒരാളുടെ വേദനകളെ, അയൽവക്കക്കാരന്റെ വേദനകളെ എന്റെ വേദനയായിട്ട് കണക്കാക്കാൻ സാധിക്കാം. നമ്മളൊരു വഴി അടച്ചു കെട്ടുമ്പോൾ അത് അയൽവക്കക്കാരന്റെ കൂടി സഞ്ചാര സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വഴി നമ്മൾ കെട്ടാൻ പാടില്ല എന്ന് മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞാനൊരു വലിയ വീട് പണിയുമ്പോൾ അയൽവക്കക്കാരന്റെ വീട്ടിലേക്കുള്ള സൂര്യപ്രകാശം തടസ്സപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ മക്കളെ ഒരു നന്മയുടെ തലങ്ങളിലേക്ക്, ഒരു മനുഷ്യരുമായിട്ട് യോജിച്ച് ജീവിക്കുന്ന തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ ചിലപ്പോൾ കൂട്ടാറ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും സൗഹൃദങ്ങളൊക്കെ ഒരുപാട് പങ്കുവെക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഫ്ലാറ്റും സിസ്റ്റവും ഒക്കെ വന്നപ്പോൾ എന്താണ് വേറൊരാളുടെ ജീവിതം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു തലത്തിലാണ് ഇന്ന് ആ മനുഷ്യരുള്ളത്. അപ്പൊ അവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തില് ഒരു നന്മയുടെ തലം, ഒരു നന്മയുടെ കണിക അത് മക്കളുടെ മനസ്സിലേക്ക്, ആ മാനുഷികത എന്ന് പറയുന്നത് ഒരു അധ്യാപകനായിരിക്കണം അവന്റെ ഹൃദയത്തിൽ. അത്തരം ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ട് ഒരു കുട്ടിയും ഒരാൾക്കും മോശമാവുന്ന ഒരു കാര്യം ചെയ്യില്ല. അവനപ്പൊ ചിന്തിക്കും, ഒരു പ്രവൃത്തി അവൻ ഒരു 10-30 വയസ്സിലോ ചെയ്യാൻ പോകുമ്പോൾ ചിന്തിക്കും, എടാ ഞാൻ കൂട്ടാറ് സ്കൂളിന്റെ ഒരു വിദ്യാർത്ഥിയാണ്, തീർച്ചയായിട്ടും അവിടുന്ന് പകർന്നു കിട്ടിയ ഒരു സംസ്കാരം എനിക്കൊന്നുണ്ട്, ഞാനത് ചെയ്യാൻ പാടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ അവന്റെ മനസ്സിലുണ്ടാവും. ഇപ്പോൾ അവൻ കുട്ടിയായിരിക്കാം, പക്ഷെ നാളെ ഒരിക്കൽ അവനിൽ ആ ഒരു കാര്യത്തെ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ, ഒരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ, അയ്യോ ഞാനത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരാളല്ല ഞാൻ, എന്നെ അങ്ങനെയല്ല സ്കൂൾ കൈകാര്യം ചെയ്തത്, സ്കൂളിൽ നിന്ന് കിട്ടിയ സന്ദേശങ്ങൾ അതല്ല, എന്റെ മാതാപിതാക്കൾ എനിക്ക് അതല്ല പകർന്നു തന്നത് എന്നൊരു ഫീലിങ്സ് അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാണ്ട് നമുക്ക് സാധിക്കും. ഈ മാനുഷികത എന്ന് പറയുന്നത് വലിയൊരു അധ്യാപകനായിട്ട് നമുക്ക് അവരുടെ മനസ്സിൽ നിലനിർത്താൻ സാധിക്കണം. ഞാനൊക്കെ യൂട്യൂബിൽ കണ്ട ഏറ്റവും വളരെ രസകരമായിട്ട് തോന്നിയൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു 64 ദിവസം കൊണ്ട് ഒരാൾ കാട്ടിൽ വെച്ച് ചിത്രീകരിച്ചൊരു വീഡിയോ ആണ്. അദ്ദേഹം ലൈവായിട്ട് ഷൂട്ട് ചെയ്തെടുത്തൊരു വീഡിയോ. 64 ദിവസം കൊണ്ട് അദ്ദേഹം ചിത്രീകരിച്ചത് എന്താണെന്നറിയോ? ഒരു മാൻ പ്രസവിക്കുന്ന കാഴ്ചയാണ്. മാൻ പ്രസവിക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറെടുത്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ വന്ന് എല്ലാ മാനും ചേർന്ന് പുല്ലൊക്കെ കൂട്ടിയിട്ട് അതിന്റെ പുറത്ത് പ്രസവിക്കാൻ തയ്യാറാകുമ്പോൾ ഇദ്ദേഹം ക്യാമറ ഇങ്ങനെ സൂം ചെയ്ത് വെച്ച് കാത്തിരിക്കുകയാണ് ആ കാഴ്ച ഇങ്ങനെ ഒപ്പിയെടുക്കാൻ. അപ്പൊ മാൻകുട്ടി ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു. അദ്ദേഹം ക്യാമറ സൂം ചെയ്യുന്നു. ഒരു ശബ്ദം കേട്ട് അദ്ദേഹം തിരിഞ്ഞപ്പോൾ കാടിന്റെ ഇലകൾക്കിടയിൽ ഒരാളിങ്ങനെ ഇരിക്കുന്നു. ഒരു കടുവയാണ് കേട്ടോ. കടുവ ഇങ്ങനെ മാനിനെ തുറച്ചു നോക്കി ഏത് സമയം കുതിച്ചാടാൻ തയ്യാറായി നിൽക്കുകയാണ്. കാരണം കടുവയ്ക്ക് വിശക്കുമ്പോൾ പിന്നെ അതിന് വേറെ ന്യായമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാടിന്റെ നീതി അതാണ്. കടുവ സർവ്വശക്തിയും എടുത്തുകൊണ്ട് ഈ മാന്റെ മേത്തേക്ക് ചാടി വീഴുന്നു. മാനാവട്ടെ കടുവയുടെ ശബ്ദം കേട്ട് പ്രസവവേദന മറന്ന് പ്രാണവേദന കൊണ്ട് പറന്ന് ഓടിയാണ്. ആ ചാടിയ സമയത്ത് തന്നെ കുട്ടി താഴേക്ക് വീണു. കടുവ ചാടി വീണത് മാൻകുട്ടിയുടെ മുമ്പിലാണ്. മാൻകുട്ടി ഇങ്ങനെ മെല്ലെ എഴുന്നേറ്റ് വരുന്നുണ്ട്. സമയത്ത് കടുവ ചുറ്റുപാട് നോക്കും, മാനൊക്കെ ഓടി രക്ഷപ്പെട്ടു, വിശക്കുന്നുണ്ടല്ലോ. ആ കടുവ എന്ത് ചെയ്ത മാൻകുട്ടി ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് തിരിച്ചു നടന്നു പോവാണ്. അപ്പൊ ഇദ്ദേഹത്തിന് സങ്കടം വന്നു. കാരണം ഒരു നല്ല വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഇപ്പോൾ ചിത്രീകരിക്കേണ്ട ഒരു മാൻകുട്ടി പോലും രക്തത്തിൽ പെടയുന്ന കാഴ്ചയാണ്. അതിന് വല്ലാത്തൊരു സങ്കടം തോന്നി. അപ്പൊ കടുവയാകട്ടെ അതിന് വിശക്കുന്നുണ്ട് ആ മാൻകുട്ടിയെ കടിച്ചുകൊണ്ട് എങ്ങനെ പുറകോട്ട് നടന്നുപോയി. കുറെ ദൂരം പോയതിനു ശേഷം ആ കടുവയിൽ നിന്നു തിരിഞ്ഞു നോക്കുമ്പോൾ മാൻകുട്ടി ഇങ്ങനെ അക്ഷമരാൻ നിൽക്കുന്നു സങ്കടപ്പെട്ട്. ആ കടുവ തിരിച്ചു നടന്നതിന് ശേഷം അതിങ്ങനെ നടന്നു വന്ന മരത്തിന്റെ ചുവട്ടിലേക്ക് മാൻ പ്രസവിക്കാൻ തയ്യാറാക്കി വെച്ച ആ പുല്ലിനകത്തേക്ക് ഈ മാൻകുട്ടിയെ വെച്ചിട്ട് സുരക്ഷിതമായിട്ടൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ ആ കടുവ നടന്നു പോവുകയാണ്. അപ്പൊ ഒരു കടുവയുടെ ഉള്ളിൽ പോലും ഒരു മാൻകുട്ടിയോട് കാണിക്കുന്ന ഒരു നല്ല ഭാവമുണ്ട്, ഒരു നല്ല, അതാണ് ഞാൻ പറയുന്നത്, മൃഗത്തിന് പോലും. അതുകൊണ്ടാണ് കുട്ടികളോട് പറയുന്നത് ഒരു മൃഗീയ സ്വഭാവമെങ്കിലും ഉണ്ടാവട്ടെ എന്നാ പറയുന്നത്. കാരണം ഒരു മൃഗത്തെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കാറില്ല, വേദനിപ്പിക്കാറില്ല. അപ്പോ നമ്മുടെ മക്കളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു നല്ല അധ്യാപകൻ, ഒരു മനുഷ്യത്വത്തിന്റെ ഒരു അധ്യാപകൻ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് മക്കളെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുക. എന്തും പങ്കുവയ്ക്കാനും കൊടുക്കാനും പരസ്പരം ഷെയർ ചെയ്യാനും ഒക്കെയുള്ള മനസ്സ് നമ്മുടെ മക്കളുടെ മനസ്സിലുണ്ടാവണം. ഒരു മാനുഷികത ഉണ്ടാവണം. ഒരാളുടെ വിഷമങ്ങളെ നമ്മുടെ വിഷമങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരാളുടെ പ്രോബ്ലത്തെ നമ്മുടെ പ്രോബ്ലമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അപ്പൊ അങ്ങനെ ഒരു അധ്യാപകൻ മക്കളുടെ മനസ്സിൽ ഉണ്ടാവണം. അപ്പോ മൂന്നാമത് അധ്യാപകൻ എന്ന് പറയുന്നത് ദൈവികതയാണ്. മക്കളുടെ മനസ്സിലേക്ക് ഒരു സ്പിരിച്വൽ മൂഡ് എപ്പോഴും കൊടുക്കണം. അവരവരുടെ മതപരമായ ആചാരപ്രകാരം പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവണം. മടിയിൽ പിടിച്ചിരുത്തിയിട്ട് പ്രാർത്ഥിക്കണം. സന്ധ്യാസമയങ്ങളിലൊക്കെ കുറച്ചു നേരം കുട്ടികൾ ഇരിക്കാൻ കുറച്ച് വിമുഖത കാണിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക. അല്ലാതെ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് കുട്ടിയെ നമ്മൾ ഫിസിക്കലി രക്ഷപ്പെടുത്താൻ ശ്രമിക്കല്ലേ. നമ്മളിങ്ങനെ കുട്ടിയെ മൊബൈൽ ഫോൺ കൊടുത്തിട്ടാണ് മിക്കവാറും ഫിസിക്കലി രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ
നമ്മളിങ്ങനെ പണ്ടൊക്കെ പറയുന്ന കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുത്തിട്ടാണ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇന്നിപ്പോ നോക്കണം, മക്കളോട് പറയും നീ കഴിച്ചില്ലെങ്കിൽ കാക്കയ്ക്ക് കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടിയിലൊരു സ്വാർത്ഥഭാവം നമ്മൾ തന്നെ ഉണ്ടാക്കി കളഞ്ഞു അല്ലെ. നീ കഴിച്ചില്ലെങ്കിൽ നീ മറ്റുള്ളവർക്ക് കൊടുക്കും, എന്ന് പറയുന്ന ഒരു ഭീഷണിയിലൂടെ. അപ്പം ഒരാൾക്കും കൊടുക്കാണ്ട് അവൻ തിന്നാൻ തുടങ്ങി. അതുകൊണ്ടല്ലേ എന്തെങ്കിലും മേടിച്ചു തിന്നാൽ ഇളയവന്റെ കൊടുത്താൽ മൂത്തവൻ കുടിക്കില്ല, മൂത്തവന്റെ കൊടുത്താൽ ഇളയവൻ കുടിക്കില്ല. കാരണം ഇങ്ങനെ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിപ്പോയി. ആർക്കും കൊടുക്കാതെ മക്കളെ കൊണ്ട് തീറ്റിപ്പിക്കുന്ന ഒരു പണ്ട് അങ്ങനെയല്ല. കാക്കയ്ക്കും പൂച്ചയ്ക്കും പ്രകൃതിയിലും ഒക്കെ കൊടുത്തിട്ട് അന്നാറ് എല്ലാത്തിനെയും പ്രകൃതിയെ കാണിച്ചിട്ട് അമ്പിളിമാമനെ കാണിച്ചിട്ടാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ അങ്ങനെയല്ല. കോക്രോച്ച് വരും, പോലീസുകാർ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടാണ് മക്കൾക്ക് എന്ത് ചെയ്യുക, ഭക്ഷണം കൊടുക്കുക. കാരണം ഇവനപ്പൊ ചിന്തിക്കും, അയ്യോ ഞാൻ കഴിച്ചില്ലെങ്കിൽ ഇവരൊക്കെ അത് കൊണ്ടുപോകും എന്ന് വിചാരിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തപ്പെടുകയാണ്. അപ്പൊ അതിൽ മാറിയിട്ട് കുട്ടിക്ക് കുറച്ചുകൂടി പ്രകൃതിയോടും അവരുടെ ഈ സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ സാധിക്കണം. ഒരിക്കലും ഈ പറയുന്ന ഒരു, അതായത് നല്ല ഭക്ഷണമാണ് കുട്ടികൾക്ക് ആവശ്യം. നമുക്കറിയാൻ സാധിക്കും അല്ലെ. ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പണ്ടത്തെ അമ്മമാരൊക്കെ പറയുന്നത്, ആചാര്യന്മാരൊക്കെ പറയുന്നത് അന്നാത് ഭവന്തി ഭൂതാനി എന്നാണ് പറയുന്നത്. അന്നത്തിലൂടെയാണ് നമ്മൾ ഉണ്ടാവുന്നത് തന്നെ. അന്നത്തിൽ പിഴച്ചാൽ അണ്ടത്തിൽ പിഴയ്ക്കും, അന്നത്തിൽ പിഴച്ചാൽ ബീജത്തിൽ പിഴയ്ക്കും. അപ്പൊ നല്ല ഭക്ഷണം ഇല്ലെങ്കിൽ നല്ല ബീജവും നല്ല അണ്ടവും ഉണ്ടാവില്ല, നല്ല കുട്ടി ഉണ്ടാവില്ല. അപ്പൊ ഒരു കുട്ടി നന്നായിട്ട് നല്ലൊരു കുട്ടി ഉണ്ടാവാൻ തന്നെ എന്ത് വേണം? ഭക്ഷണം ആവശ്യമാണ്. അപ്പൊ മക്കളോട് പറഞ്ഞു കൊടുക്കണം തീർച്ചയായിട്ടും നല്ല ഭക്ഷണത്തിന്റെ പ്രസക്തി എന്താണ് അല്ലെ. അപ്പൊ അമ്മയായിരിക്കണം ഒരു ഡോക്ടർ എന്ന് പറയുന്നത്. അടുക്കള ആയിരിക്കണം നമ്മുടെ ആശുപത്രി. അമ്മ കൊടുക്കുന്ന ഭക്ഷണമായിരിക്കണം മെഡിസിൻ. അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മെഡിസിൻ മുഴുവൻ ഡോക്ടർ കൊടുക്കേണ്ടി വരും, ഈ ഹോസ്പിറ്റലിലേക്കും പോകേണ്ടി വരും. അത്ര ഒരു സംവിധാനം നമ്മൾക്ക് ഉണ്ടാവരുത്. നമുക്കറിയാം ഇഞ്ചി, നമുക്കറിയാം പണ്ടത്തെ ആൾക്കാർ വയറുവേദന വരുമ്പോൾ കൊടുത്തത് ഇഞ്ചിയായിരുന്നു. അത് ബ്രൂഫിൻ ടാബ്ലറ്റ് അല്ല. നമ്മളിപ്പോഴേ വയറുവേദന വന്ന പാരസെറ്റമോളോ ക്രോസിനൊക്കെ മേടിച്ച് കൊടുത്ത് ബ്രൂഫിനെ കൊടുത്തിട്ട് കുട്ടികളെ അസുഖത്തിൽ നിന്ന് അസുഖങ്ങളിലേക്ക് കൊണ്ടുപോവാണ്. പിന്നെ ഈ കളർന്നിട്ടല്ല, അതിന്റെ രാസപദാർത്ഥങ്ങൾ കടന്നിട്ടുള്ള ബേക്കറി ഫുഡുകൾ, ലേസ്, അങ്ങനെയുള്ള ഒരുപാട് ഫുഡുകൾ, ഈ എന്താ അത്തരം ഭക്ഷണങ്ങൾ കഴിച്ച് കുട്ടികൾ ആരോഗ്യസ്ഥിതി മൊത്തത്തിൽ തകരാറിലായി പോവുകയാണ്. ബേക്കറി ഭക്ഷണങ്ങളൊക്കെ മക്കളെ അതൊന്നും നമ്മൾ കഴിക്കരുത്. നമ്മൾ പറയില്ല മാതൃഹസ്തേന ഭോജനം. ഹോട്ടലിൽ നിന്ന് 10 ദിവസം അടുപ്പിച്ച് ഭക്ഷണം കഴിച്ച് നമ്മൾ വയറ് കേടാവും. പക്ഷെ അമ്മ ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണം 10 വർഷം കഴിച്ചാൽ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. എന്തുകൊണ്ട്? അമ്മ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മക്കളെ അതിനകത്ത് സ്നേഹം കൂടി തരുന്നുണ്ട്. സ്നേഹം ചാലിച്ചിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ പിടിക്കും. ഹോട്ടലുകാരെന്തിനാ സ്നേഹം ചാലിക്കുന്നത്? അവനിത് ബിസിനസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണം, ഇതൊക്കെ നമ്മുടെ പ്രകൃതിദത്തമായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്ന ചില ഭക്ഷണങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഈ കളറൊക്കെ കലർത്തി രാസപദാർത്ഥങ്ങൾ ചേർത്തുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ അസുഖത്തിലേക്ക് വീണ്ടും പോകും. സ്നാക്സ് ഒക്കെ കൊണ്ടുപോകുമ്പോഴും ഈ ബേക്കറി ഭക്ഷണങ്ങളൊന്നും നിങ്ങൾ കൊണ്ടുപോകരുത്. നല്ല ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങളൊക്കെ, നല്ല അരിയുണ്ടയോ ഇളയടയോ, അതൊക്കെ നമുക്ക് വലിയ ഫാഷനൊന്നും ആയിരിക്കില്ല. പക്ഷെ അതൊക്കെയാണ് മക്കളെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. വെറുതെ ഇല്ലാത്ത ആരോഗ്യം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയരുത്. അതെന്നും നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകുള്ളൂ. മെല്ലെ നമ്മളൊക്കെ രോഗികളായിട്ട് മാറും. എന്തുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ മുടക്കിയ ആളുകൾ ഈ ഹോസ്പിറ്റലൊക്കെ പണിത് കൂട്ടുന്നത്? നമ്മളൊക്കെ തീർച്ചയായിട്ടും രോഗികളായിട്ട് അവിടെ കൊണ്ടുപോകുന്നറിയാം, അവിടെ ചെല്ലുന്നറിയാം. അവര് നമ്മുടെ പൈസ പ്രതീക്ഷിച്ചിട്ടാണ് ഇതൊക്കെ പണിതെടുക്കുണ്ടാക്കുന്നത്. അതുകൊണ്ട് അമ്മ നല്ല ഡോക്ടറായിരിക്കും. ഭക്ഷണമായിരിക്കണം നിങ്ങളുടെ മരുന്നെന്ന് പറയുന്നത്. ആരോഗ്യം, അതായത് നമ്മൾ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അസുഖം വരേണ്ട ആവശ്യമുണ്ടോ? തുടക്കത്തിൽ ചിന്തിച്ചു തുടങ്ങിയോ? നല്ല വെള്ളം കുടിക്കൂ, നല്ല വായു, നല്ല ഭക്ഷണം, നല്ല ഉറക്കം, നല്ല വ്യായാമം. നിങ്ങളുടെ പ്രൈമറി നീഡ്സ് ആണ് നമ്മുടെ ആരോഗ്യം. നിങ്ങൾ ഓടിക്കളിക്കൂ, ഫുട്ബോളൊക്കെ കളിക്കൂ, നിങ്ങൾക്ക് ഗ്രൗണ്ട് ഉണ്ടല്ലോ അല്ലെ, ക്രിക്കറ്റ് ഒക്കെ കളിക്കുക. നല്ല വ്യായാമം നമുക്ക് ആവശ്യമാണ്. അല്ലാണ്ട് ഗെയിമും കളിച്ചുകൊണ്ടിട്ട് എന്ത് വ്യായാമം കിട്ടാനാണ്? ശാരീരികമായ വ്യായാമം, കൂട്ടൊക്കെ കൂടിയിട്ട് കളിക്കാനൊക്കെ പോകണം. നല്ല ഗെയിമുകളൊക്കെ, ആരോഗ്യകരമായ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക, ഗെയിമൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. അപ്പൊ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നല്ല പോസിറ്റീവ് ഉണ്ടാവും. അവിടെ ഒരു വാശി നിങ്ങൾക്കുണ്ടാവും, ജയിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും, വാഗ്വാദങ്ങൾ ഉണ്ടാവും. അതൊക്കെ ആരോഗ്യപരമായിട്ടാണ്. അതൊക്കെ എവിടെ ഇക്കാലത്തും ഉണ്ടാവുന്നത് തന്നെയാണ്. അതൊക്കെയാണ് നിങ്ങൾക്ക് ആരോഗ്യം. അപ്പൊ ഈ നമുക്കൊരു സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കളിയിൽ നിങ്ങൾ നല്ല പങ്കാളികളാവാം. സ്പോർട്സ് ആയിരിക്കണം മക്കളെ നിങ്ങളുടെ ലഹരി എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറെ പുറത്തുള്ള ലഹരി പദാർത്ഥങ്ങളുടെ പുറകെ നിങ്ങൾ പോകരുത്. സ്പോർട്സ്, നിങ്ങളുടെ കളികൾ, കലയായിട്ട് പാട്ട് പാടുന്നാവട്ടെ, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്തരം കളികളും കലകളും ഒക്കെ നിങ്ങളുടെ ലഹരിയായിട്ട് മാറണം. അതിങ്ങനെ ജീവിതത്തിൽ എപ്പോഴും ലഹരിയായിട്ടുണ്ടാവണം. അത് ലഹരി ഇല്ലാത്തവരാണ് പുറത്തുനിന്ന് വേറെ ലഹരി തേടി പോകുന്നത്.
അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ പോയി വീടരുത്. ഇത്തരം സൗഹൃദങ്ങളും നന്മകളും ഒക്കെ, നല്ല മനുഷ്യത്വപരം പെരുമാറ്റം, ആരോടും ജാതി മത വർണ്ണ ചിന്തകൾക്ക് അതീതമായിട്ട് നല്ലൊരു സംസ്കാരം നമുക്ക് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കട്ടെ. അല്ലാണ്ട് അവന്റെ വിശ്വാസങ്ങൾക്കനുസരിച്ച് അവന്റെ മതങ്ങൾക്കനുസരിച്ച് ഒരിക്കലും നിങ്ങൾ കൂട്ടുകൂടാൻ പോകരുത്. എല്ലാവരും നല്ല വിദ്യാർത്ഥികളായിട്ട്, ഒരേ കലാലയങ്ങൾ വരുന്ന വിദ്യാർത്ഥികളെല്ലാം, സമൂഹത്തിലെ വിദ്യാർത്ഥികളൊക്കെ ഒരേ മനസ്സോടുകൂടി കാണാൻ സാധിക്കട്ടെ. എല്ലാത്തിനും നമുക്ക് റെസ്പെക്ട് ചെയ്യാൻ സാധിക്കണം. നല്ലൊരു മതവിശ്വാസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കുന്നറിയോ? അവൻ മറ്റു മതങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നവനാണ് നല്ല മതവിശ്വാസി എന്ന് പറയുന്നത്. ഒരു നല്ല ഹിന്ദു എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നവരാണ്. നല്ല മുസ്ലിം എന്ന് പറയുന്നത് ഹിന്ദു മതത്തെയും ക്രിസ്ത്യൻ മതത്തെയും ഉള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നവരാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിലെയും മുസ്ലിം മതത്തിലെയും റെസ്പെക്ട് ചെയ്യുന്നവരാണ്. കാരണം മറ്റുള്ള മതങ്ങൾ അല്ലാണ്ട് എന്റെ മാത്രം എന്ന രീതിയിൽ ചിന്തിക്കുന്നവരല്ല. എല്ലാവരെയും നമുക്ക് ബഹുമാനിക്കണം. എല്ലാവരും നമുക്ക് സ്നേഹത്തോടെ കാണാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ നാട്ടിൽ എന്നും സന്തോഷമായിരിക്കില്ലേ? എപ്പോഴും നമുക്ക് സമാധാനം സന്തോഷമൊക്കെ നാട്ടിൽ ഇങ്ങനെ, അല്ലെങ്കിൽ എന്നും ഈ പറയുന്ന പ്രശ്നങ്ങളും ഒക്കെ പ്രോബ്ലംസും ഒക്കെ നമുക്ക് ഇടയിൽ ഉണ്ടാവും. അതൊന്നും ഉണ്ടാവരുത്. എല്ലാ തരത്തിലും മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കുന്ന ഒരവസ്ഥ നമ്മൾ, അതാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മക്കളുടെ മനസ്സിൽ നല്ലൊരു അധ്യാപകനായിട്ട് എപ്പോഴും ഉണ്ടാവണം. ഏറ്റവും നല്ല തരത്തിൽ അതങ്ങനെ നിൽക്കാൻ സാധിക്കണം. ഈശ്വരീയത, ഒരു നല്ല സ്പിരിച്വൽ റിലേഷൻസ് മക്കളിൽ ഉണ്ടാവണം. നല്ല ബന്ധങ്ങൾ ഉണ്ടാവട്ടെ. സ്പിരിച്വൽ റിലേഷൻ ആണ് നമ്മൾ തമ്മിൽ വേണ്ടത്, ഒരിക്കലും ഡിജിറ്റൽ റിലേഷൻ അല്ല. നല്ല സ്പിരിച്വൽ റിലേഷൻ ഉണ്ടായാൽ ഒരു നല്ല ദൈവവിശ്വാസി ഒരിക്കലും ഒരാളുടെ വേദന കണ്ടാൽ അവൻ സന്തോഷിക്കില്ല. അവന്റെ വേദന കൂടി അവന് സങ്കടപ്പെടുന്നതായിരിക്കും. അപ്പോ നല്ല സ്പിരിച്വൽ റിലേഷൻസ്, അതാണ് ആ ദൈവികത മക്കളുടെ മനസ്സിലൊരു അധ്യാപകനായിരിക്കണം. മാനുഷികത ഒരു അധ്യാപകനായിരിക്കണം. ഒപ്പം ധാർമ്മികത അധ്യാപകനായിരിക്കണം. മനസ്സാക്ഷി പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മുടെ മക്കളുടെ മനസ്സിൽ ഒരു വിദ്യാലയം പണിത് കഴിയുമ്പോൾ അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ക്ലാസ് റൂമുകളും അവിടെ നിർമ്മിക്കപ്പെടും. ഓരോ പാഠഭാഗങ്ങളും കുട്ടികൾക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളാണ്. അവിടെ നല്ല ശീലങ്ങൾ രൂപപ്പെടും. ഗുഡ് ഹാബിറ്റ്സ്, നല്ല ശീലങ്ങൾ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അത് വീട്ടിൽ തന്നെ നമ്മൾ ചിട്ടപ്പെടുത്തി കൊടുക്കണം. ജനിച്ച് 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും കുട്ടിയിൽ ഒരു സ്വഭാവം രൂപീകരിക്കും. അതാണ് 7 years എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ 7 വയസ്സിലാണ് കുട്ടിയുടെ സ്വഭാവത്തിൽ അവന്റെ എല്ലാ പ്രധാനപ്പെട്ട ഘടകങ്ങളും രൂപപ്പെടുന്നത്. ബ്രെയിനിന്റെ 95% രൂപപ്പെടുന്നത് ഈ പ്രായത്തിലാണ്. അതുകൊണ്ട് ആ പ്രായത്തിൽ അവൻ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നല്ലതായിരിക്കണം. ആ നന്മയാണ് അവന് ജീവിതത്തിൽ പിന്നീട് എപ്പോഴും ഗുണകരമായിട്ട് മാറുന്നതും. അതാണ് ഗുഡ് ഹാബിറ്റ്സ്. നല്ല ശീലങ്ങളുടെ ഒരു ഇരിപ്പിടം നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം. നല്ല ശീലങ്ങളുടെ ഇരിപ്പിടത്തിൽ കുട്ടികൾ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് നല്ല കുറെ കൂട്ടുകാരെ കിട്ടും. പ്രചോദനാത്മക ചിന്തകളാണ് മക്കളുടെ കൂട്ടുകാരെന്ന് പറയുന്നത്. ഏറ്റവും നല്ല ചിന്തകൾ, ഏറ്റവും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തരുന്ന ആൾക്കാർ മക്കളുടെ മനസ്സിൽ നല്ല സുഹൃത്തുക്കളായിരിക്കും. അപ്പോ നല്ല പ്രചോദനാത്മക ചിന്തകൾ സുഹൃത്തുക്കളായിട്ടുള്ള, നല്ല ശീലങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്ന, മാനുഷികതയും ധാർമ്മികതയും ദൈവികതയും അധ്യാപകരായിട്ടുള്ള, മനസ്സാക്ഷി പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഒരു ഹൃദയത്തിൽ ഒരു വിദ്യാലയം നമുക്ക് ഒരു 12 ക്ലാസ് കൊണ്ട് പണിയാൻ സാധിക്കുന്നെങ്കിൽ അത്തരം ഒരു കുട്ടിയും മോശക്കാരായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ അർത്ഥത്തിലും അവർ നന്മയുടെ തലങ്ങളിലേക്ക് എത്തും. അതാണ് തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ പ്രധാനപ്പെട്ട ഘടകം. അവരോടൊപ്പം ചേർന്നിരിക്കാനും സംസാരിക്കാനും. കാരണം ഈ പണ്ട് ചാണക്യൻ പറയുന്നൊരു കാര്യമുണ്ട്, കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ലാളയെ പഞ്ചവർഷാണി. കൊച്ചു കുട്ടികളെ 5 വയസ്സ് വരെ ലാളിച്ച് തന്നെ വളർത്തണം. നല്ല ലാളന കൊടുക്കണം. വിളിക്കണം മോനെ മോളെ എന്നൊക്കെ വിളിക്കണം. കൊച്ചു കുട്ടികളൊക്കെ LKG UKG കുട്ടികൾ സ്കൂളിൽ ചേർക്കുന്ന സമയത്തൊക്കെ ചില മാതാപിതാക്കൾ കുട്ടികളെ വളരെ സ്നേഹത്തോടുകൂടിയൊക്കെ വിളിക്കും. പക്ഷെ ആ വിളിയുടെ കൂട്ടത്തിൽ അവരുടെ യഥാർത്ഥ പേരും കൂടി നമുക്ക് വിളിക്കാൻ സാധിക്കണം. ശരിക്കുള്ള പേരെന്താണ് കുട്ടിയുടെ? അത് വിളിക്കാൻ സാധിക്കും. ശരിക്കുള്ള പേര് അരവിന്ദ് എന്നാണെന്ന് വിചാരിക്കുക, അരവിന്ദ്. പക്ഷെ കുട്ടി അമ്മ വിളിക്കുന്നത് എന്താണ്? എന്തെങ്കിലും കുട്ടൂന്നോ ചിട്ടൂന്നോ പൊട്ടൂന്നോ ഒക്കെ ആയിരിക്കും വീട്ടിൽ വിളിക്കുന്നത് സന്തോഷം കൊണ്ടുവരുമ്പോൾ. പക്ഷെ LKG കൊണ്ട് ചേർത്ത് കഴിഞ്ഞിട്ട് അരവിന്ദ് എന്നാണ് അവന്റെ അവിടുത്തെ പേര്. ടീച്ചർ അരവിന്ദിനെ വിളിച്ചാൽ അരവിന്ദ് എഴുന്നേറ്റ് ഇല്ലു ചില. കാരണം അരവിന്ദിന് എന്തേ അറിയാവുള്ളൂ? കുട്ടൂന്ന് മാത്രമേ അവൻ അറിയാവുള്ളൂ. അമ്മ കുട്ടൂന്ന് വിളിച്ചാൽ, പക്ഷെ കുട്ടൂന്ന് ടീച്ചർക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കുട്ടികളുടെ പേര്, അവർക്ക് അഭിമാനമാണ് അവരുടെ പേര് വിളിക്കുന്നത്. അപ്പൊ മാതാപിതാക്കൾ ഇടയ്ക്കിടയ്ക്ക് സ്നേഹത്തോടെ മക്കളുടെ ശരിയായ പേര് ഇനിഷ്യൽ ചേർത്തൊന്ന് വിളിച്ചോളൂ. കാരണം ചില ഓഫീസിലൊക്കെ ചേർന്ന സമയത്ത് അവൻ ഭാവിയിൽ ഇതൊക്കെ ഈ സ്വന്തം പേരിന്റെ കൂടെ ഇനിഷ്യലൊക്കെ ചേർത്ത് ഇവൻ ഓർക്കും ഇവൻ ആരെയാ വിളിച്ചെന്ന് ഇവൻ അറിയില്ല. അപ്പോ ഇവൻ നമ്മളിട്ടൊരു പേര് കുട്ടിയുടെ ഒരു ഐഡന്റിഫിക്കേഷൻ അല്ല, ഒരു അവന്റെ ജീവിതത്തിൽ അഭിമാനത്തോടെ അവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല പേര്. ആ പേര് തന്നെ കൊച്ചു കുട്ടികളൊക്കെ വീട്ടിൽ പൂർണ്ണമായിട്ട് നമ്മൾ വിളിക്കുക.
അപ്പൊ കുട്ടി അത് മനസ്സിലാക്കും. ടീച്ചർ വിളിക്കുമ്പോൾ തന്നെ ഓടിച്ചെല്ലുന്നുണ്ടാവും. പക്ഷെ വിളിക്കുന്ന രീതി പോലും നല്ല മാറ്റം ഉണ്ടാണ്. സൗഹൃദപരമായിട്ടൊക്കെ പെരുമാറുന്ന നല്ല സൗഹൃദങ്ങൾ മക്കളുമായിട്ടുണ്ടാവണം. അപ്പോ അതുകൊണ്ടാണ് ലാളയെ പഞ്ചവർഷാണി എന്ന് ചാണക്യം പറയും. പിന്നെ പറയുന്നു ദണ്ഡയെ ദശവർഷാണി. തല്ല് കൊടുക്കേണ്ട സ്ഥലത്ത് തല്ലി തന്നെ വളർത്തണം. നമ്മളൊക്കെ പണ്ട് തല്ല് മേടിച്ച് വളർന്നവരാണ്. സ്കൂളിലും തല്ല് കിട്ടി, വീട്ടിലും കിട്ടി. സ്കൂളിൽ കിട്ടിയ കാര്യം വീട്ടിൽ അറിഞ്ഞാൽ വീട്ടിൽ നിന്ന് 2 കൂടെ കിട്ടും. കാരണം അതായിരുന്നു പഴയ സിസ്റ്റം. ടീച്ചർമാരെ അത്രയ്ക്ക് സ്നേഹിച്ചതും ബഹുമാനിച്ചു വരുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അതിന്റെ ഗുണം നമുക്ക് കിട്ടി. ഇന്ന് മാതാപിതാക്കൾക്ക് ടീച്ചേഴ്സിനോട് അത്രത്തോളം ഒരു ബഹുമാനം ഉണ്ടാവും, ഉള്ളിലുണ്ടാവും, പക്ഷെ പ്രകടിപ്പിക്കുന്ന കുറവാണ്. ഉള്ളിലിരുന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് സ്കൂളിൽ അധ്യാപകരോട് നമ്മൾ ബഹുമാനത്തോട് പ്രവർത്തിച്ച് കാണിക്കുമ്പോൾ നമ്മുടെ മക്കൾ മനസ്സിലാവും ടീച്ചർ ബഹുമാനിക്കപ്പെടേണ്ട ആളാണ് എന്ന് കുട്ടിക്ക് തോന്നും. അവർ ടീച്ചറെ റെസ്പെക്ട് ചെയ്യുമ്പോൾ, അവരുടെ മുമ്പിൽ നിന്ന് നമ്മൾ പെരുമാറുന്ന കാണുമ്പോൾ കുട്ടിക്ക് അത് മനസ്സിലാവും. അത് തന്നെ കുട്ടി ഇംപ്ലിമെന്റ് ചെയ്യും. നമ്മൾ ദേഷ്യത്തോടെ ഇപ്പോൾ ഒരു ടീച്ചറെയും ഒരു മാതാപിതാക്കളും ഫോണിലൂടെ വിളിച്ച് സംസാരിക്കരുത്. അഥവാ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും പോസിറ്റീവ് കാര്യങ്ങളായിരിക്കണം. അല്ലാത്തൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും മക്കൾ കൂടെ ഉണ്ടാവരുത്. മക്കൾ ചോദിക്കുക ആരെയാണ് അമ്മയെ വിളിച്ചത്, അത് നിന്റെ ടീച്ചറെയാണെന്ന് പറയുമ്പോൾ ടീച്ചറോട് നമ്മളുള്ള ബഹുമാനം, നമ്മുടെ ടോക്കിന്റെ ഒക്കെ ഒരു അവസ്ഥ കുട്ടി മനസ്സിലാക്കില്ലേ? അപ്പൊ ഇത് തന്നെ സ്കൂളിൽ പോയി കുട്ടിയും ചെയ്യും. അപ്പോ റെസ്പെക്ട് ചെയ്യാത്തപ്പെടാത്ത ഈ കുട്ടികളാണ്, ഈ അധ്യാപകരോട് റെസ്പെക്ട് ചെയ്യാത്ത കുട്ടികൾ ഭാവിയിൽ വളർന്നു വരുമ്പോൾ അവർക്കൊന്നും അധ്യാപകരോട് വില ഉണ്ടാവില്ല. അത് അധ്യാപകർക്ക് കുട്ടിയിലേക്ക് ചില നന്മകൾ കൊടുക്കുന്നതിൽ എവിടെയൊക്കെ ചില തടസ്സങ്ങൾ നിൽക്കും. അതുണ്ടാവരുത്. നമുക്ക് കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത്, നമ്മുടെ അധ്യാപകരോട് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്കൂളിൽ പോകണം കേട്ടോ. ആഴ്ചയില് ഒരു പ്രാവശ്യമൊക്കെ എങ്കിലും ഒന്നൊരു സ്കൂളിലൂടെ ഒന്ന് ജസ്റ്റ് പോണ വഴിക്കൊന്ന് കയറി പോയാൽ മതി. കാരണം കുട്ടികൾ സ്കൂളിൽ നടത്തുന്ന പരിപാടികളൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞ് കുട്ടി പറയാതെ തന്നെ അമ്മ അറിയുന്നുണ്ട്, അച്ഛൻ അറിയുന്നുണ്ടോ തോന്നുമ്പോൾ കുട്ടിക്ക് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്ന മടിക്കും. പിന്നെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കും. എൻ്റെ അമ്മ എപ്പോഴും സ്കൂളിൽ വരുന്നതാണ്, എന്നെ കുറിച്ച് എപ്പോഴും തിരക്കുന്നുണ്ട്. അപ്പൊ കുട്ടിക്ക് പഠിക്കാനുള്ള പ്രേരണ തോന്നും. നമുക്ക് അവരെ ഓവറായിട്ട് പഠിക്കുക നിർബന്ധിക്കേണ്ടി വരില്ല. അപ്പോ സ്കൂളുമായിട്ട് നല്ല ആത്മബന്ധം ഉണ്ടാവണം. ഞാൻ ഗ്രൂപ്പിലൊക്കെ കാണുന്നുണ്ട്, മിക്കവാറും പേരൻസ് ഒക്കെ എല്ലാ കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്നവരാണ്. വളരെ സന്തോഷം. അപ്പൊ സ്കൂളുമായിട്ട് ഒരു ആത്മബന്ധം, ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്ത് പെരുമാറുന്ന ഒരു സ്വഭാവം കൂടി മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ, ഞാൻ ഇല്ലെന്നല്ല പറയുന്നത്, കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അതൊരു വലിയ ഗുണമുണ്ടാക്കും. അവർക്കൊരു ആദരവ്. ഞാനൊരു സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് പേരൻസ് എല്ലാവരും, ഒരു ക്ലാസ്സിലെ പേരൻസ് എല്ലാവരും, അന്ന് ടീച്ചർ ഒന്നും പറയാതെ തന്നെ സ്കൂളിൽ എല്ലാവരും ഒത്തുകൂടി വരുവാണ്. ജസ്റ്റ് പെട്ടെന്ന് എല്ലാവരും ഇന്റർവെൽ സമയത്തിന് എല്ലാവരും വന്നപ്പോൾ അവരുടെ കയ്യിൽ ഒരു കേക്ക് ഉണ്ടായിരുന്നു. അവരുടെ ക്ലാസ്സിലെ ഒരു ടീച്ചറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ടീച്ചർ അത് ഓർത്തില്ല. അപ്പോ പേരൻസ് എല്ലാവരും കുട്ടികളൊക്കെ ചേർന്നിട്ട് ആ ടീച്ചറുടെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിച്ചു. അപ്പൊ ആ ടീച്ചർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം നോക്കി, എത്ര പറഞ്ഞറിയിക്കാൻ പറ്റ സന്തോഷമാണ്. അപ്പൊ അതുപോലെ നമ്മൾക്ക് പ്രിയപ്പെട്ടവരുടെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആഘോഷിക്കാൻ അല്ലെങ്കിൽ അവരെ അനുമോദിക്കാനൊക്കെ അവസരം കിട്ടുമ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കണം. അത്തരം വിശേഷങ്ങൾ, കാര്യങ്ങളൊക്കെ സപ്പോർട്ടീവായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സ്കൂൾ വലിയൊരു പോസിറ്റീവ് തലങ്ങളിലേക്ക് എത്തുന്നു. അപ്പൊ ആ തലങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ആ ടീച്ചർക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാനും ഒക്കെ തയ്യാറാവുകയാണ്. അപ്പോൾ ഞാൻ ഒരു സ്കൂളിൽ കണ്ട കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത്തരം ചില നിമിഷങ്ങളൊക്കെ ഏറ്റവും അധികം പോസിറ്റീവ്സ് ഉണ്ടാക്കുന്നതാണ് സ്കൂളിലെ ചില പ്രവർത്തനങ്ങളിലൊക്കെ മാതാപിതാക്കളുടെ പങ്കാളിത്തം ഉണ്ടാകുക എന്ന് പറയുന്നതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അധികം മിടുക്കന്മാരായിട്ട് മക്കളെ വളർത്താം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഒരു വലിയ വില്ലനായിട്ട് ഇപ്പൊ മാറുന്നുണ്ട്. ഇതിന്റെ നാട്ടിൻപുറത്ത് പോലും നമ്മുടെ സാധാരണ ഏലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന അമ്മ പോലും മടിയിൽ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ വെച്ചുകൊണ്ടാണ് ഇപ്പൊ പണിയെടുക്കുന്നത്. ഏകദേശം 15,000 വിലയുള്ള മൊബൈൽ ഫോണാണ് അരയിലിരിക്കുന്നത്. അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ നേരിട്ട് കണ്ടുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഒരു സ്ഥലത്ത് പോയ വഴിക്ക് ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരു അമ്മ നടന്നു വരുന്നു വരുന്ന സമയത്ത് 2 പേരാണ് ഒരുമിച്ച് പണിക്ക് പോയിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ 2 പേരുടെ കയ്യിലും ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ആണുള്ളത്. എന്തിനാണ് ഇതെന്ന് ചോദിച്ചാൽ അവർക്കത് അറിയില്ല. ഇതിന്റെ എല്ലാ കോള് വന്നാലും എടുക്കാനാണ് സാധാരണ ഒരു 600 രൂപയുടെ മൊബൈൽ ഫോൺ മതി. പക്ഷെ 15,000 രൂപയുടെ മൊബൈൽ ഫോൺ എന്തിനാണ് മേടിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോൾ ടെക്നോളജിയോടുള്ള ആഗ്രഹം കൊണ്ടൊക്കെ നമുക്ക് തോന്നാം, നമുക്ക് ഇതൊക്കെ ആവശ്യമായിട്ട് തോന്നും. പക്ഷെ ഇതൊന്നും നമ്മുടെ മക്കളുടെ ഭാവിയെ നശിപ്പിക്കുന്നതാവരുത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ സംഗതി കൊടുക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും ഒന്ന് ഒഴിവാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് 7 വയസ്സ് വരെ ഒരിക്കലും നിങ്ങൾ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത്.
കാരണം പ്രത്യേകിച്ച് റീൽസ് ഒക്കെ കുട്ടികളെ 7 വയസ്സിന് മുമ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ കണ്ണ് വളരെ കാരണം ഇത് വളരെ ഷോർട്ടായിട്ട് സാധനങ്ങളാണ്. ഇത് കണ്ട് കണ്ട് ഒന്ന് അതിന്റെ ലൈറ്റ്, അതിന് ഒരു നീല നിറത്തിലുള്ള ലൈറ്റാണ് മൊബൈൽ ഫോണിൽ നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്നത്. ഏറ്റവും പെട്ടെന്ന് തന്നെ കുട്ടിക്ക് കണ്ണിന് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ റീൽസ് ഇങ്ങനെ കണ്ടാൽ അത് ക്വിക്കായിട്ട് സന്തോഷം തരുന്ന തമാശകൾ തരുന്നതാണ്. അപ്പോ ഇത് കിട്ടാണ്ടാകുമ്പോൾ കുട്ടി അസ്വസ്ഥനാവും. കുട്ടിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല, അസ്വസ്ഥനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം ഒരു സാധനം ഒരു റീൽസും കുട്ടികളെ അങ്ങനെ കാണിക്കാൻ വേണ്ടി കുട്ടികളുടെ കയ്യിലേക്ക് മൊബൈൽ ഫോണ് 7 വയസ്സിന് മുമ്പ് കൊടുക്കാതിരിക്കുക. ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 2 രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്നും അവരെ പിന്തിരിയിക്കാൻ എളുപ്പമായ മാർഗമുണ്ട്. ഒന്നാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ 48 മണിക്കൂർ കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത്. ആ സമയത്ത് കുട്ടിക്ക് ഉണ്ടാവുന്ന അസ്വസ്ഥതകൾ മാറ്റാൻ വേണ്ടി അവരുമായിട്ട് നിങ്ങൾ ചേർന്ന് പ്രവർത്തിക്കണം. അവരെ പുറത്തു കൊണ്ടുപോകും, കളിക്കൂ, കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു 48 hours കഴിയുമ്പോൾ കുട്ടി മൊബൈൽ ഫോണുള്ള ആസക്തി കുറയും. അത് കിട്ടിയില്ലെങ്കിലും അവൻ സന്തോഷവാനായി എന്നൊരു തലത്തിലേക്ക് എത്തും. അതാണ് ഒന്നാമത്തെ മാർഗം. പക്ഷെ പേരൻസ് അതിനെ യോജിക്കണം, അതിനോട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. അല്ലാണ്ട് വെറുതെ മൊബൈൽ ഫോൺ മേടിച്ചിട്ടിട്ട് കുട്ടിയെ മുറിക്കകത്ത് കൂട്ടിട്ട് പോയാൽ ഒരിക്കലും ഇത് നടക്കില്ല. അപ്പൊ അവരോടൊപ്പം നമുക്ക് ഇൻവോൾവ് ചെയ്യാനും അവരുമായിട്ട് കളികളിലൊക്കെ ഏർപ്പെടാൻ സാധിക്കുമ്പോൾ ഇതൊരു സ്വഭാവം കുട്ടിയിൽ നിന്ന് വലിയ വ്യത്യാസം വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പേരന്റിങ്, അതായത് മൊബൈൽ ഫോണിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു പേരന്റിങ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സ് എടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പേരന്റിങ് കൺട്രോളിൽ പോയിട്ട് കുട്ടി ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള ഗെയിമുകളും കാര്യങ്ങളും ഒക്കെ അതൊന്നും ഡിലീറ്റ് ചെയ്ത് കളയാതെ പേരന്റിങ് കൺട്രോളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മളതിന് ടൈം സെറ്റ് ചെയ്തിട്ടാൽ കുട്ടി ഒരു 5 മിനിറ്റ് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ഗെയിം കട്ടായി പോകും. പിന്നെ അതിങ്ങനെ ഹാങ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞത് ഓപ്പൺ ആവുള്ളൂ. അപ്പൊ അതെല്ലാം പേരന്റിങ് കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും. നമുക്കും ഇത് ചെയ്യാൻ കിട്ടും. നമ്മളൊക്കെ ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ അതിൽ റീൽസിലും കയറി ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ മണിക്കൂറുകൾ കഴിഞ്ഞ് ഇറങ്ങുന്നത്. ഞാൻ ഇതുവരെ എത്ര തട്ടിയിട്ടും ഈ ഫേസ്ബുക്കിന്റെ അടുത്തെത്തി ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ റീൽസുകൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് കണ്ട് 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 നമ്മൾ വെറുതെ സമയം നഷ്ടപ്പെടുത്തി കളയാണ് നമുക്ക് സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോ അത് നമുക്കും കൺട്രോളിൽ കൊണ്ടുവരാം. ഞാൻ ഇത്ര സമയത്തിൽ കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, 15 മിനിറ്റ് ഞാൻ റീൽസ് കാണും, ഫേസ്ബുക്ക് കാണും തീരുമാനിക്കാം. അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ സാധിക്കണം വീട്ടിലൊക്കെ. അല്ലാണ്ട് നമ്മളും ഇതെല്ലാം കണ്ട് കണ്ട് വിശ്രമവേളകൾ മുഴുവൻ ആനന്ദമാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിയോട് മൊബൈൽ ഫോൺ എടുക്കണമെന്ന് അവൻ എടുക്കാണ്ടിരിക്കുമോ? ഒരിക്കലുമല്ല. അപ്പൊ അവരുടെ മുമ്പിൽ നമ്മൾക്കും കുറച്ച് കൺട്രോളിലായിട്ട് മാറാൻ സാധിച്ചാൽ കുട്ടികളെ ഈ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. അല്ലെങ്കിൽ അത് വല്ലാത്ത പ്രശ്നങ്ങളിലേക്കൊക്കെ മാറും. അവരുടെ പഠന നിലവാരമൊക്കെ തകിടം മറിഞ്ഞു പോകും. കാരണം ഈ ടെക്നോളജിയുടെ ഒരു പ്രശ്നം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നല്ല മക്കളായിട്ട് നമുക്ക് അവരെ കൈകാര്യം ചെയ്യാൻ സാധിക്കട്ടെ. അവരോടൊപ്പം ചേർന്നിരുന്ന് ഭക്ഷണത്തിലും കാര്യങ്ങളും ഒക്കെ ശരിയായ ചിട്ടപ്പെടുത്തലും ഒക്കെ കൊണ്ടുവന്നിട്ട് ഏറ്റവും നല്ല തരങ്ങളിലേക്ക് നമുക്ക് അവരെ വളർത്തി ഏറ്റവും മിടുക്കന്മാരും സമർത്ഥന്മാരും ഒക്കെ നമുക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ദീർഘിക്കുന്നില്ല. ഒരുപാട് സമയം നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. കാരണം കുറെ കഴിയുമ്പോൾ നമ്മൾക്ക് തന്നെ ഇങ്ങനെ ബോറടിക്കും. അപ്പോൾ ഒരു ടൈമിൽ കൂടുതൽ നമുക്ക് ഇത് ഈ പ്ലാറ്റ്ഫോം ഗുണകരമല്ല. എന്തായാലും പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല, അപ്പൊ ഞാൻ എന്റെ വീട്ടിലിരിക്കുന്നു, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലിരിക്കും. എത്ര സംവിധാനം ഈ ടെക്നോളജി കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായേനെ. എല്ലാവർക്കും ഇതൊക്കെ വളരെ ഈസി വേയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ സ്കൂളിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പങ്കാളികളാവുക. കുട്ടികളുടെ പഠനം നമ്മുടെ ഉത്തരവാദിത്തമാണ്, സ്കൂളിന്റെ ഉത്തരവാദിത്തമല്ല. നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ മക്കളുടെ വിജയം എന്ന് പറയുന്നത്. അതിന് നമ്മൾ തയ്യാറാകുക, പ്രതിജ്ഞാബദ്ധരായിട്ട് മുന്നോട്ട് പോവുക. ഇനി ഈ ഒരു കുറച്ച് സമയം, ഒരു 5-10 മിനിറ്റ് സമയം നിങ്ങൾക്ക് ഓരോരുത്തർ ഹാൻഡ് റൈസ് ചെയ്യുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ, കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്താൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതെല്ലാവരുടെയും മ്യൂട്ട് ആക്കിയിരിക്കുകയാണ്. ഹാൻഡ് റൈസ് ചെയ്താൽ മാത്രമാണ് അവർക്ക് മ്യൂട്ട് ഓപ്പൺ ആക്കി തരുന്നത്. ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അൺമ്യൂട്ട് ചെയ്യാൻ ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. പക്ഷെ ഒരാൾ സംസാരിക്കുന്നവർ പേര് പറഞ്ഞിട്ട് സംസാരിക്കുക. ഞാൻ ഇന്ന ആളാണ് എന്ന് പറയുമ്പോൾ മറ്റൊരാൾ ബിസിനസ് ചെയ്യില്ല. അല്ലെങ്കിൽ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും കൂടെ കയറി പറയും, പിന്നെ ബഹളം. അപ്പോൾ പേര് പറയുക ആദ്യം. ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാറ് ഹാൻഡ് റൈസ് ചെയ്തവരുടെ പേര് വിളിച്ചോളൂ. അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ളവർക്ക് സംസാരിക്കാൻ പറ്റും. ഇല്ല, ആർക്കും ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായി. ചോദ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പിന്നെ നമുക്ക് അതിന്റെ സമാപന ഘട്ടത്തിലേക്ക് പോവാം. സാർ ഒരുപാട് പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് സാർ. അത് സന്തോഷം കൊണ്ട് ഹാൻഡ് റൈസ് ചെയ്താണ്, ചോദ്യം ചോദിക്കാനല്ല.
യെസ്, അപ്പോ നമുക്ക് അങ്ങനെയാണെങ്കിൽ മെല്ലെ അവസാനിപ്പിക്കാം. ക്ലാസ്സിനെ കുറിച്ച് ആർക്കെങ്കിലും ഒരു അഭിപ്രായം പറയാമോ? ആരെങ്കിലും ക്ലാസ്സിനെ പറ്റി ഒരു അഭിപ്രായം പറയണേ. സംസാരിക്കാത്തവര് വീഡിയോ ഓഡിയോ ഓൺ ചെയ്യരുത്, എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. ചോദിക്കില്ലേ? പറഞ്ഞോ. ഹലോ, ആ കേൾക്കാമോ? കേക്കാം. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. പേര് പറയൂ. പേര് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും കുട്ടികളൊക്കെ കേൾക്കുന്നതല്ലേ, അവരെ ഒരു സ്ഥലത്ത് നമ്മൾ ഈ കോളേജിലൊക്കെ പ്രൊഫഷണൽ കോളേജിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾ എങ്ങനെ പെരുമാറുന്നു അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോ നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ സാർ ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ വലിയൊരു പോസിറ്റീവ് ഉണ്ട്. അത് നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഓക്കെ സാറേ, സോറി. എൻ്റെ പേര് ശരണ്യ, മോളുടെ പേര് ആരുഷി എന്നാണ്. നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ തന്നെയാണ് സാർ പറഞ്ഞത്. കുട്ടികളുടെ മൊബൈൽ ഫോൺ യൂസേജ്, പിന്നെ കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും എല്ലാം പറഞ്ഞു തന്നു. നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഉപകാരപ്രദമായിട്ട് ഉള്ള രീതിയിൽ സാർ പ്രത്യേകം മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു. താങ്ക് യു. ഓക്കെ, വെൽക്കം. നെക്സ്റ്റ്. ആരെങ്കിലും ഉണ്ടോ? സാർ ഒരു സംശയം ചോദിച്ചല്ലേ സാറേ? സാറേ ഈ രക്ഷിതാക്കള് ചോദിക്കാറുണ്ട്, കുട്ടികള് സ്കൂളിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും വീട്ടിൽ വന്ന് പറയാറില്ല ഒന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ രക്ഷിതാക്കൾക്ക് അത് സംബന്ധിച്ച് ഒരു ഉപദേശം കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റി, വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുക, അമ്മയോട് വളരെ മോശമായിട്ട് പെരുമാറാൻ എന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിന് എന്തെങ്കിലും മാർഗങ്ങൾ? ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ അറിയേണ്ടത് ചോദിച്ചത്. ഒന്ന്, കുട്ടികളുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ററാക്ഷൻ എപ്പോഴും ഉണ്ടാവണം. പ്രത്യേകിച്ച് പെൺകുട്ടികളുമായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൂടുതൽ സംസാരിക്കണം. ആൺകുട്ടികളോട് സംസാരിക്കണം, തുറന്ന് സംസാരിക്കണം. പെൺകുട്ടികളോട് കുറച്ച് കൂടുതൽ സംസാരം കേട്ടുകൊണ്ടേയിരിക്കണം. അവർക്കാണ് കൂടുതൽ, പെൺകുട്ടികളാണ് കൂടുതൽ ടീച്ചേഴ്സിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. കണ്ടിട്ടില്ല, സാരിയൊക്കെ കൊടുത്ത് ടീച്ചറെ പോലെയൊക്കെ നടന്നിട്ട് ചെടീനെയൊക്കെ പഠിപ്പിച്ച്. അപ്പൊ പെൺകുട്ടികൾക്ക് അങ്ങനെ കൂടുതൽ അതിനോടൊരു അറ്റാച്ച്മെന്റ് കൂടുതലാണ്. അപ്പൊ അവരുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ അവർ പറയാനും തയ്യാറാണ്. ആൺകുട്ടികൾ ചിലപ്പോൾ കുറച്ചേ പറയുന്നുള്ളൂ, പക്ഷെ നമ്മളത് കേൾക്കാൻ തയ്യാറാവുക. അവരോട് ചോദിക്കുന്ന സ്കൂളിലെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ അവരെ വിളിച്ചിരുത്തി ഇങ്ങനെ പറയുമ്പോൾ ചോദിക്കുന്ന സമയത്ത് അതെങ്ങനെയാണ്, വൈകിട്ട് ഇങ്ങനെ കുട്ടി വരുമ്പോൾ നമ്മൾ നോക്കി നിൽക്കണം അല്ലെ, സന്തോഷത്തോടുകൂടി നോക്കി നിൽക്കണം. അപ്പോ നോക്കി നിന്നിട്ട് കുട്ടിയെ അടുത്തിരുത്തിട്ട് ബാഗൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, അതൊന്നും തുറക്കരുത്, അതൊക്കെ മാറ്റി വെച്ചിട്ട് അപ്പൊ തന്നെ കുട്ടി ഇങ്ങനെ അടുത്തിരുത്തിയിട്ട് തല മടിയിലേക്ക് ചായച്ച് വെച്ച് കിടത്തി അവന്റെ തലമുഴയുടെ വിരൽ ഓടിച്ചുകൊണ്ട് ചോദിക്കുന്നു ഇന്ന് സ്കൂളിൽ എന്തൊക്കെ നടന്നു. അപ്പൊ കുട്ടി ഇങ്ങനെ ഓരോന്നോരോന്ന് പറയും, ഇന്ന് സ്കൂളിൽ അത് നടന്നു, ഇത് നടന്നു, കൂട്ടുകാരൻ അങ്ങനെ പറഞ്ഞു, അപ്പൊ ഞാൻ അവനിട്ട് ഒറ്റ കുത്തു കൊടുത്തു. അപ്പൊ നമ്മൾ പറഞ്ഞു അയ്യോ അങ്ങനെ ചെയ്യരുത്, കൂട്ടുകാരോട് അങ്ങനെയല്ല പെരുമാറേണ്ടത്. അങ്ങനെ പറഞ്ഞു ഇന്ന് ഇംഗ്ലീഷിലെ ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ തലയിൽ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ തിരുമ് കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ അവൻ പറയും ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു, മാർക്ക് 25 മാർക്കിലായിരുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ സ്ലോവില് പറഞ്ഞു ഇന്ന് 25-ൽ 3 മാർക്കാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പെടലിയും തലയും പിടിച്ച് ദൂരേക്ക് എറിയരുത്. തിരുമ് കൂട്ടിക്കൊണ്ട് പറഞ്ഞ ഇന്നലെ മൊത്തം കളിച്ചിട്ട് നീ 25 3 മേടിച്ചെങ്കിൽ ഇന്ന് കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ 3 6 ആക്കാമായിരുന്നു, 6 12 ആവും, അങ്ങനെ ഇത് 24 മാറും. അങ്ങനെയാണ് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ ചോദിക്കുക. അപ്പൊ സ്കൂളിൽ നടന്ന എല്ലാ വിശേഷങ്ങളും അറിയാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ആവശ്യമാണത്. രണ്ടാമത്തെ കാര്യം, കാരണം ഇപ്പോഴേ തുടങ്ങുന്ന ശീലങ്ങൾ പിന്നീട് കുട്ടികൾക്ക് അതൊരു ഹാബിറ്റായിട്ട് മാറും. നല്ല ശീലങ്ങളല്ലേ, കാരണം പ്രവൃത്തികൾ ശീലങ്ങളാവും, ശീലങ്ങൾ സ്വഭാവമാവും, പിന്നീട് അതായ തീരും എന്ന് പറയും. അപ്പൊ നല്ല ശീലങ്ങൾ തുടക്കത്തിലേ അതങ്ങനെ തുടങ്ങണം. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ സാധാരണ പറയുന്നത്. അപ്പൊ അത് കൊച്ചു പ്രായത്തിലെ തുടങ്ങണം. രണ്ടാമത്തെ കാര്യം, ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയെ കുറിച്ചാണ് ചോദിച്ചത്. ഇതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്, ADHD എന്ന് പറയും, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ചില കുട്ടികൾ കാണുന്ന ചില പ്രത്യേകതകളാണ്. പ്രത്യേകിച്ച് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടി ഒരിക്കലും ഇതിന്റെ ഒരു ഭാഗവാക്കല്ല, അല്ലെങ്കിൽ അവൻ്റെതായ ഒരു തെറ്റും അതിനകത്തില്ല. കാരണം ഗർഭാവസ്ഥയിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം ഈ ഹൈപ്പർ സ്വഭാവം ഉണ്ടായത്. ഹോർമോൺ ഇംബാലൻസിങ് ഉണ്ടാവുന്നു.
അതായത് ഒരു കാര്യം പ്രത്യേകിച്ച് കുറെ സമയത്തിൽക്കുള്ളിൽ ചെയ്യാൻ സാധിക്കില്ല, പെട്ടെന്ന് മടുക്കും, അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ സാധിക്കുന്നില്ല, എപ്പോഴും ഇങ്ങനെ എനർജറ്റിക് ആയിട്ടിരിക്കും, വെറുതെ ഇരിക്കുമ്പോൾ കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കാം, ഇതിങ്ങനെ അപ്പൊ പഠിക്കാൻ വിളിച്ചാൽ പറയും എനിക്ക് വെള്ളം കുടിക്കണം, അന്നേരം അവന് കക്കൂസിൽ പോകണം, പല തന്ത്രങ്ങളും പറഞ്ഞ് നമ്മളെ ഇങ്ങനെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത്തരം ഹൈപ്പർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശമായിട്ട് കാണരുത്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഹൈപ്പറിനെ സൂപ്പർ ആക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റും. സച്ചിൻ ടെണ്ടുൽക്കർ ഹൈപ്പർ ആക്റ്റീവ് ഉള്ള കുട്ടിയാണ്, ശ്രദ്ധിച്ചപ്പോൾ നോക്കിയ സൂപ്പർ ആക്റ്റീവ് ആയില്ലേ. സച്ചിൻ ടെണ്ടുൽക്കർ നമ്മുടെ മകനായിട്ട് ജനിച്ചാൽ അവസ്ഥയെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ എന്തായിരിക്കും. അപ്പോ ഹൈപ്പറിനെ നമുക്ക് വേണമെങ്കിൽ ശ്രദ്ധിച്ചാൽ സൂപ്പർ ആക്കാൻ പറ്റും, ഏറ്റവും നല്ല തരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി ഹൈപ്പർ കുട്ടികളെ കൂടുതൽ അവരുമായിട്ട് കളിക്കാൻ ചെയ്യുക, കൂടുതൽ ആക്ടിവിറ്റികൾ ഇമ്പോർട്ടൻസ് ചെയ്യുക. ഇത്തരം കുട്ടികളെ സംബന്ധിച്ചുള്ള ഇവർ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ എല്ലാവരും വന്നാൽ ഒരു പരിചയമില്ലാത്ത അതിഥിയെ പോലും അവർക്ക് പെട്ടെന്ന് അവരുമായിട്ട് അടുക്കും, അവരുമായിട്ട് അങ്ങനെ കൂടുതൽ നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്ന പോലെ അവരെ ഇന്ററാക്ട് ചെയ്യും. അവൻ നമ്മളെ തല്ലാറുണ്ട് വെറുതെ, അവൻ അതിഥിയും തല്ലും. കാരണം അവൻ അങ്ങനെ ഒരു വേർതിരിവുകളൊന്നും കാര്യത്തിലും കാണില്ല, എല്ലാത്തിലും ഇങ്ങനെ ചിന്തിക്കാതെ. അപ്പൊ അത്രയും സ്വഭാവ സവിശേഷത കാണുമ്പോൾ പലരും ഇവനെ ഇങ്ങനെ അകറ്റി നിർത്തും. അപ്പൊ പേരൻസ് ഇവനെ കൂടുതലുമായിട്ട് നല്ല സൗഹൃദങ്ങൾ കൂട്ടുകൂടുക. ഇനി കൂടുതൽ ഹൈപ്പർ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ലൊരു ഹോമിയോ ഡോക്ടറെ കാണാം. ഹോമിയോയിൽ ശ്രദ്ധ കൂട്ടാനും ഹൈപ്പർ കുറയ്ക്കാനുമുള്ള മരുന്ന് കൊടുക്കുക. ഒരു സൈഡ് എഫക്റ്റും ഒന്നും ഉണ്ടാവില്ല. കുട്ടിക്ക് പെട്ടെന്നത് കറക്റ്റായി തീരും. അത് ചെയ്യുന്നത് കുറച്ചു നല്ലതായിരിക്കും. ഹൈപ്പർ സ്വഭാവം പിന്നീട് മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഹൈപ്പർ സ്വഭാവത്തിന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിൽ കണ്ടുപിടിച്ച ഏറ്റവും നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ ഈ ഐഡിയ നിങ്ങൾ വേണ്ടി ഷെയർ ചെയ്യുവാണ്. ഇതെന്നെ എനിക്ക് മനസ്സിലായത് ഒരു ട്രെയിനിൽ യാത്രയിൽ വെച്ചിട്ടാണ് മനസ്സിലായത്. അച്ഛനും അമ്മ 2 മക്കളും ട്രെയിനകത്തുണ്ട്. ഇളയവൻ എന്ന് പറയുന്ന ഒരു 4 വയസ്സാണ്. ഞാൻ നോക്കിയപ്പോൾ ട്രെയിൻ മറച്ചു വീഴുന്ന എനിക്ക് തോന്നി. അമ്മാതിരി പരക്കം പാച്ചിലാണ്, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ഇവൻ തകർക്കുന്നുണ്ട്. ഞാൻ മൂലയ്ക്ക് ഒരു പുസ്തകമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ എന്റെ അടുത്തേക്ക് വന്ന എന്റെ കാലിൽ ഒറ്റടി, അങ്കിൾ, ഞാൻ തന്നെ ഞെട്ടി എണീക്കും. അമ്മാതിരി സാധനം. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇവന്റെ അച്ഛൻ ഇങ്ങനെ എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ എന്ന് പറയുന്നുണ്ട്, അടങ്ങു സുരേഷ് അടങ്ങു. ഇവൻ എവിടെ അടങ്ങാൻ, ഇവൻ തിമിർത്ത് മറിച്ചുകൊണ്ടിരിക്കുക. കുറെ ഓടി ഇവൻ അണച്ചു കിടന്നു. അപ്പൊ ഞാൻ ചെന്നു, ഇതിങ്ങനെയാണോ വീട്ടിൽ, ഇത് എങ്ങനെ ഇവന് സഹിക്കുന്നു, ഇവന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കുന്നത്. ഇവൻ വല്ലാണ്ട് വയലന്റ് ആയപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ അടങ്ങൂ സുരേഷ് അടങ്ങൂ സുരേഷ്, പക്ഷെ ഇവൻ അടങ്ങിയില്ല, അത് മൈൻഡ് പോലും ചെയ്തില്ലോ. അപ്പൊ പുള്ളി പറയണം, അയ്യോ അവനല്ല സുരേഷ് ഞാൻ തന്നെയാണെന്ന്. അപ്പൊ കുട്ടികൾ വയലന്റ് ആകുമ്പോൾ നമ്മൾ അതുങ്ങളുടെ മുതുകത്ത് ഉരുണ്ട് കയറരുത്, നമ്മൾ അങ്ങോട്ട് പറഞ്ഞു അടങ്ങും, അവര് റെഡിയായി വരും. അപ്പോൾ ഹൈപ്പറിനെ ശ്രദ്ധിച്ചാൽ സൂപ്പർ ആക്റ്റീവ് ആക്കാൻ പറ്റും. താങ്ക് യു. വേറെ എന്താണ് ഇനി അറിയാനുള്ളത്? ഡോക്ടറുടെ കാര്യം മറക്കണ്ട കേട്ടോ, ഹോമിയോ ഡോക്ടർ കാണിച്ചാൽ മതി, അത് കറക്റ്റ് ആയിട്ട്. കൊച്ചു പ്രായത്തിലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാം. ലേണിംഗ് ഡിസബിലിറ്റി കുട്ടികൾ, പഠന വൈകല്യവും കാണും. അത്തരം കുട്ടികൾ വെറുതെ പഠിക്കുക എന്ന് പറഞ്ഞ് വെറുതെ ഇട്ട് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കരുത്. അത്തരം കുട്ടികൾ എന്താണ് ആ വൈകല്യം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ ഇന്ന് ഒരുപാട് സ്ഥലത്ത് കറക്റ്റ് ചെയ്ത് തരുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മുടെയൊക്കെ സെന്ററുകളിൽ, കോട്ടയം ഒക്കെയുള്ള സെന്ററുകളിലൊക്കെ ആ ലേണിംഗ് ഡിസബിലിറ്റി ആഴ്ചയിൽ ഒരു ദിവസം കറക്റ്റ് ചെയ്ത് അങ്ങനെയുള്ള സെന്റർ ടീച്ചേഴ്സ് അവിടെയൊക്കെ കാണും, സ്പെഷ്യൽ ടീച്ചേഴ്സ് കാണും. അല്ലാണ്ട് വെറുതെ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് പഠിക്കാം അവന് ഭ്രാന്ത് പിടിക്കില്ലേ, അങ്ങനെ ചെയ്യരുത്, കറക്റ്റ് ചെയ്യാം. പിന്നെ വേറെന്താണ്? വേറെന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ചോദിച്ചോളൂ, പൈസ മുടക്കൊന്നുമില്ലല്ലോ. ഇതിനകത്ത് കുട്ടികൾ മാത്രമല്ലോ, മുതിർന്നവരില്ലേ? പേരൻസിനുള്ള ക്ലാസ് ആയിരുന്നു. കുട്ടികളുടെ തല മാത്രമേ കാണുന്നുള്ളൂ. ഇല്ല, എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുള്ളത് കൊണ്ടാണ് അധികം ചോദ്യങ്ങൾ ഇല്ലാത്തത്. ഈ മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നും എല്ലാം ക്ലിയർ ആയിരുന്നു ആണ് പേരൻസ് മൗനം. അങ്ങനെ ഞാൻ കരുതുന്നു. നമുക്ക് അങ്ങനെയാണെങ്കിൽ ക്ലാസ് സെഷൻ അങ്ങനെ അവസാനിപ്പിക്കാം. ഓക്കെ അല്ലേ? സാറേ, അനൂപ് സാറേ, ടീച്ചർ ടീച്ചറായിരുന്നു. ഏതായാലും നമ്മുടെ എല്ലാ രക്ഷിതാക്കൾക്കും ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ കുട്ടികളെ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നതിനെ സംബന്ധിച്ച് നന്നായി പറഞ്ഞു തന്ന സാറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ ഈ 1 മണിക്കൂർ സമയം നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട എല്ലാ രക്ഷിതാക്കൾക്കും സാറ് പറഞ്ഞ കാര്യങ്ങൾ അതേപടി നമ്മുടെ കുട്ടികളുടെ നമ്മുടെ വീട്ടിലും ജീവിതത്തിലും പകർത്തി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ ഏറ്റവും മികച്ച രീതിയിൽ ജീവിതത്തിൽ A+ നേടാൻ കഴിയുന്ന കുട്ടികളാക്കി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച്
കൃത്യസമയത്ത് തന്നെ ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുകയും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്ന സാറിന് നമ്മുടെ കൂട്ടാർ SNLP സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.